للخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن يوحدنا لطريق. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. إنا نحن نرث الأرض ومن عليها وإلينا يرجعون. صدق الله مولانا العلي العظيم. وصدق وبلغنا رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരമമായ അനന്തമായ അതിരുകളില്ലാത്ത അവൻ്റെ കാരുണ്യം അല്ലാഹു ഈ ലോകത്തും നാളെ പരലോകത്തും നമുക്ക് മുഴുവൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഓട് ബന്ധമുള്ള, സ്നേഹമുള്ള, കടപ്പാടുള്ള, ദുആ വസിയ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിൻ്റെ റഹ്മത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും, വരാനിരിക്കുന്നവർ, സഹോദര സഹോദരിമാർ, എല്ലാവർക്കും, നമ്മളെല്ലാവർക്കും അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്ത എല്ലാ വിഷയങ്ങളിലും അല്ലാഹു പരിഹാരം നൽകട്ടെ. മരിച്ചുപോയ മുഅ്മിനാത്തുകളുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദുന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, മഹാനായ ആ പ്രവാചകൻ്റെ ചരിത്രം അവസാനിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുന്നതിൻ്റെ മുമ്പ് അല്ലാഹു ആഖിറത്തെ സംബന്ധിച്ച് പറയാം. ദാലിക ഈസ ഇബ്നു മറിയം, അതാണ് ഈസ ഇബ്നു മറിയം. ഈ പറഞ്ഞതാണ് ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. ഖൗലുൽ ഹഖില്ലദീ ഫീഹി യംതറൂൻ, നിങ്ങൾ സംശയിക്കുന്ന ആ വിഷയത്തിലെ സത്യവാചകം ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഇതാണ് ഈസ നബിയുടെ ചരിത്രം. മഹാനവറുകൾ ഒരു ദൈവപുത്രനോ അല്ലെങ്കിൽ ദൈവമോ ഒന്നുമല്ല. ഇത് പറഞ്ഞിട്ട് ما كان لله أن يتخذ من ولد سبحانه ما كان لله أن يتخذ من ولد. അള്ളാഹുവിന് ഒരു മക്കളെ, അള്ളാഹുവിന് മക്കളുണ്ടാവണം എന്താവശ്യമത് അള്ളാഹുവിനുണ്ട്. സുബ്ഹാന, അള്ളാഹു പരിശുദ്ധനാണല്ലോ. അള്ളാഹുവിന് മക്കളുണ്ടാകുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയാണ്. അള്ളാഹു അതിന് പരിശുദ്ധനാണ്. അതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് മക്കൾ ജനിക്കേ. ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഒരു വിഷയം സംഭവിക്കണം എന്ന് അള്ളാഹു തീരുമാനിക്കുകയാണെങ്കിൽ ആ വസ്തുവിനോട് ഉണ്ടാവുക എന്ന് അള്ളാഹു കരുതുകയല്ലേ വേണ്ടു. അതാ ഉണ്ടാകുന്നു എന്നല്ലാതെ അള്ളാഹു ഒരു പുരുഷൻ തൻ്റെ ഭാര്യയിൽ സമീപിക്കുന്ന പോലെ ഒരു കുഞ്ഞുണ്ടാകുന്ന അവസ്ഥ എങ്ങനെ അള്ളാഹുവിനുണ്ടാകും? സുബ്ഹാന, അവൻ പരിശുദ്ധനാണ്. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദൂഹ്. ഈസ നബി അലൈഹിസ്സലാമിൻ്റെയും
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും നമ്മുടെയും എല്ലാം രക്ഷിതാവ് അള്ളാഹു ആണ്. ഫഅ്ബുദൂ, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആരാധന അള്ളാഹുവിന് മാത്രമാണ്. ഹാദാ സിറാത്തും മുസ്തഖീം, ഇത് നേരായ മാർഗമാണ്. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം ഫവൈലുൽ ലില്ലദീന കഫറൂ മിൻ മശ്ഹദി യൗമിൻ അദീം. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, ഈസ നബി അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ വിവിധങ്ങളായ ഗ്രൂപ്പുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുകയുണ്ടായി. ഈസ നബി കൊല്ലപ്പെട്ടെന്നും കുരിശിൽ തറച്ചുവെന്നും അവിടെ നിന്ന് പുനർജന്മമുണ്ടായെന്നും. ഫവൈലുൽ ലില്ലദീന കഫറൂ, സത്യം നിഷേധിക്കുന്ന ആളുകൾക്കാണ് നാശം. മിൻ മശ്ഹദി യൗമിൻ അദീം, അതിഗൗരവമുള്ള ഒരു ദിവസത്തെ അവർ കാണാനിരിക്കുകയാണ്, ഖിയാമത്ത്. ആ ദിവസം വരുമ്പോൾ അവിശ്വാസികൾക്ക് നാശമാണെന്ന്. അസ്മിഅ ബിഹിം വഅബ്സിർ യൗമ യഅതൂനനാ, നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ നന്നായി കേൾക്കുന്നവരും കാണുന്നവരുമായിരിക്കും. ഇപ്പോൾ അവർ കേൾക്കുന്നില്ല, കാണുന്നില്ല. പരലോകത്തേക്ക് എത്തുമ്പോൾ അവർക്ക് നല്ല ബോധ്യമുണ്ടാകും. ലാകിനിൽ ളാലിമൂനൽ യൗമ, ഇന്നാണെങ്കിലോ അക്രമികളായ ആളുകൾ, ദുഷ്പ്രചരണം ചെയ്യുന്ന ആളുകൾ, തെറ്റായ ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ആളുകൾ, ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായും വഴികേടിലാണ്, സത്യവഴിയിലല്ല. വഅൻദിറുഹും യൗമൽ ഹസ്റ, അള്ളാഹു വിവരിച്ചു കൊടുത്തു, ഇതാണ് ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. എന്നിട്ടും മനസ്സിലാവാത്ത ആളുകൾ, പിന്നെന്താണ് അള്ളാഹു ഉപയോഗിക്കുന്ന രീതി? എന്നാൽ നബിയെ വഅൻദിറുഹും യൗമൽ ഹസ്റ, സങ്കടം വരുന്ന ആ ദിവസത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുക നബിയേ. ഇവരെന്ത് വിശ്വസിച്ചോട്ടെ, പക്ഷേ നാളെ നിങ്ങൾക്ക് സങ്കടം വരും. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. നിങ്ങൾ വേണ്ടെന്ന് വെച്ചാലും നിങ്ങൾ യാത്ര തിരിക്കേണ്ട ഒരു യാത്രയുണ്ട്. അന്ന് നിങ്ങൾക്ക് സങ്കടം വരും. ഇത് ഖുദിയൽ അംർ, അള്ളാഹുവിൻ്റെ വിധി അവിടെ നടപ്പാക്കപ്പെടുകയും വഹും ഫീ ഗഫ്ലഹ് വഹും ലാ യുഅ്മിനൂൻ, മനുഷ്യരാണെങ്കിലോ അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുന്നു. വഹും ലാ യുഅ്മിനൂൻ, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട വിധത്തിൽ അവർ വിശ്വസിക്കുന്നുമില്ല. ഇവർക്കെല്ലാം യൗമൽ ഹസ്റ, അന്ത്യനാളിൻ്റെ സങ്കടപ്പെടുത്തുന്ന ആ ദിവസത്തെ സംബന്ധിച്ച് താക്കീത് ചെയ്യുക നബിയേ. പിന്നെ അങ്ങനെ പറയാം, ഇങ്ങനെയൊക്കെയാണ് സംഭവം, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് പഠിക്കണം എന്നാ പറയുക. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈനാ വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. ഇന്നാ നഹ്നു നരിസുൽ അർള, നാം, അള്ളാഹുവിനെ സംബന്ധിച്ച് നാം എന്ന പ്ലൂരാലിറ്റി, ആ അള്ളാഹു നാം എന്ന് പറയുന്നത് ഒന്നിലേറെ ഉണ്ടായിട്ടല്ല, പിന്നെ എന്താണത്? പ്ലൂറൽ ഓഫ് റെസ്പെക്റ്റ്, ആദരവിൻ്റെ ബഹുമാന സൂചകമായിട്ടുള്ള പ്രയോഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ന് അള്ളാഹു പറയുന്നത്. ഇന്നാ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ എന്നിടത്ത് അള്ളാഹു തന്നെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പറയുന്ന വാക്കാണത്. ഇന്നാ നഹ്നു, നാമാണ് നരിസുൽ അർള, ഭൂമിയെ അനന്തരമെടുക്കുന്നത്. അനന്തരമെടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഉപയോഗിച്ച ഒരാൾ അവിടെ നിന്ന് പോയാൽ അടുത്ത ആളത് എടുക്കും എന്ന് പറഞ്ഞാൽ, ഭൂമിയിലെ മനുഷ്യരെല്ലാവരും അവരുടെ ജീവിതവും അവരുടെ വ്യവഹാരങ്ങളും ബിസിനസ്സും അള്ളാഹു അവർക്ക് അനുവദിച്ചു കൊടുത്ത ടൈമും കഴിഞ്ഞാൽ അവരൊക്കെ ഇവിടുന്ന് പോകും. പിന്നെ ഈ വെക്കേറ്റ് ചെയ്യപ്പെട്ട സ്ഥലം ആരെടുക്കും? അള്ളാഹു എടുക്കും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ അള്ളാഹു ഏറ്റെടുക്കും. വമൻ അലൈഹ, ഭൂമിയും അതിൻ്റെ മീതെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും. വഇലൈനാ യുർജഊൻ, അവർ എന്നിലേക്ക് മടക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് അന്ത്യനാളിനെ ത്വാമ്മത്തുൽ കുബ്ര എന്നൊക്കെ അള്ളാഹു പറയുന്ന ആ ഗൗരവമുള്ള ദിവസത്തെ സംബന്ധിച്ച് അവർ പേടിക്കേണ്ടതാണ്, അവർ ഭയപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൻ്റെ ഭയാനകതയിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വല്ലദീ നഫ്സി ബിയദിഹി ലൗലൽ യൗമുൽ ആഖിറു ലകാന ഗൈറ മാ തറൂൻ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം ജനങ്ങളെ, പരലോക വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ കാണുന്നതല്ല ലോകത്ത് നടക്കുക. പരലോക വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ലകാന ഗൈറ മാ തറൂൻ, മുതലാളിമാർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യും, കഴിവുള്ളവരെ കഴിവില്ലാത്തവരെ അടക്കി ഭരിക്കും,
മനുഷ്യൻ അഹങ്കാരിയാവും, ശരീരം കൊണ്ട് അല്ലാഹു ആരോഗ്യം നൽകിയ ആളുകൾ അതില്ലാത്തവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം സംഭവിക്കാതിരിക്കുന്നത് അവരിൽ ചില ആളുകളെങ്കിലും പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ലൗലൽ യൗമുൽ ആഖിർ ലകാന ഗൈറ മാ തറൂൻ, നിങ്ങളെ കാണുന്നതാവില്ല. അല്ലാഹുവിലുള്ള വിശ്വാസം, പരലോക വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ഇതാവുമായിരുന്നില്ല സംഭവം. അതുകൊണ്ട് ഖുർആൻ ഏത് വിഷയവും നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് അതിൻ്റെ അവസാനം, അതിൻ്റെ ടെയിൽ, അവസാന ഭാഗം അല്ലാഹു പറയും, ദാ അന്ത്യനാളിനെ നിങ്ങൾ കാത്തിരിക്കുകയാണ്, അത് നിങ്ങൾ മറുപടി പറയേണ്ട സമയമാണ്, അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ഞാൻ നിങ്ങളെ കളിക്കാൻ വിട്ടതല്ല. ഇതാണ് അല്ലാഹു ഇടക്കിടക്ക് ഈ ജീവിതം കളിച്ചു തീർക്കാനോ അങ്ങനെ തമാശ കളിച്ച് ഒഴിവാക്കി അങ്ങനെ തീർത്ത് കളയാനും ഉള്ളതല്ല. ഇത് ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവമുള്ള ചരിത്രമാണ് അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഖുർആനിക ചരിത്രങ്ങളിലൂടെ അല്ലാഹു തആല നമ്മളെ കൊണ്ടുപോകും. ഇനി തൊട്ടടുത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വരും, മൂസ നബിയുടെ ചരിത്രം വരുന്നു, മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അംബിയാഇൻ്റെ ചരിത്രങ്ങളിലൂടെയാണ് ഇനി സൂറത്തു മറിയം കടന്നു പോകുന്നത്. ഈസ നബിയുടെയും മറിയം ബീവിയുടെയും ചരിത്രം അവസാനിച്ചു. അള്ളാഹുവിൻ്റെ മക്കളുണ്ട് എന്ന റബ്ബ് അള്ളാഹുവിലേക്ക് മക്കളെ ആട്രിബ്യൂട്ട് ചെയ്ത ആളുകളുടെ ആ വിശ്വാസത്തെ ഈ സൂറയുടെ അവസാന ഭാഗം എത്തുമ്പോൾ ഒന്നുകൂടെ അള്ളാഹു ഖണ്ഡിക്കും. എന്നിട്ടാണ് സൂറ അവസാനിക്കുക. കാരണം അതിൻ്റെ ആദ്യവും അവസാനവും യോജിക്കും. ഖുർആൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. തുടങ്ങിയിടത്തേക്ക് വിഷയത്തെ അള്ളാഹു തിരിച്ചു കൊണ്ടുവരും. അതിൻ്റെ ഇടയിൽ പലവിധ വിഷയങ്ങൾ അള്ളാഹു നമുക്കതിൻ്റെ സബോർഡിനേറ്റ് വിഷയങ്ങളായിട്ട് പഠിപ്പിച്ചു തരാൻ. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ അവിടെ ഒരു കഥ പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ചരിത്രം പറയുന്നത് കിതാബു ദാനിയാൽ പ്രവാചകൻ്റെ പുസ്തകം എന്നാണ് അതിൻ്റെ പേര്. ദാനിയാൽ എന്നത് പ്രവാചകനായ നബിയാണ്, നബിയുല്ലാഹി ദാനിയാൽ അലൈഹിസ്സലാം. മഹാനവറുകളുടെ നുബുവത്തിനെ സംബന്ധിച്ചും അദ്ദേഹത്തെ മഹാനായ ദാനിയാൽ പ്രവാചകൻ്റെ ചരിത്രം ഹദീസുകളിൽ വളരെ വിരളമായ, വളരെ കുറഞ്ഞ റിവായത്തുകളിൽ മാത്രം വന്ന സംഭവമാണ്. ദാനിയാൽ നബി അലൈഹിസ്സലാം ഒരു കിണറിലേക്ക് തള്ളിയിടപ്പെടുകയും അതിനുശേഷം 1000 വർഷത്തെ ഒരു മഹാനവറുകളുടെ മരണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജന്മത്തിലേക്ക് വന്ന് വീണ്ടും മരണപ്പെട്ടു എന്നൊക്കെ പറയുന്ന ചരിത്രങ്ങളൊക്കെ കാണാൻ കഴിയും. ദാനിയാൽ നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു ചരിത്രമല്ല സത്യത്തിൽ മസ്ജിദുൻ നബവിയിൽ അഷ്റഫുൽ ഹൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖുർആനും ഹദീസും പഠിപ്പിക്കേണ്ടതിന് പകരം ഇസ്രായേലി ചരിത്രങ്ങൾ, കാരണം നമ്മുടെ ചരിത്രങ്ങളിൽ ഇസ്രായേലിയാത്ത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. മുഫസ്സിരീങ്ങളൊക്കെ പറയും അത് ഇസ്രായേലിയാത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നബിതങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ വേദപണ്ഡിതന്മാർ അവരുടെ വകയായി എഴുതിയുണ്ടാക്കിയ മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്ത അടിസ്ഥാനമില്ലാത്ത ചരിത്രങ്ങൾ, അതിന് ഇസ്രായേലിയാത്ത് എന്നാണ് പറയാം. അപ്പം അത്തരം ഇസ്രായേലി ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് എന്തല്ല യാക്കൂബ് നബിൻ്റെ ചരിത്രം എന്നല്ല, ഇസ്രായേലിയാത്തുകൾ, അങ്ങനെയാണ് പ്രയോഗം, അങ്ങനെ പറയാം. ഇത് അഹാദ ഖിസ്സത്തുൻ ഇസ്രായേലിയ, ഇത് ഇസ്രായേലിയ ചരിത്രമാണെന്ന് പറഞ്ഞാൽ അതിന് തലയും വാലൊന്നുമില്ല, അടിസ്ഥാനമില്ലാത്ത പച്ച നുണയായിരിക്കണം എന്നാണ് ഇതിൻ്റെ സാരം. അപ്പോൾ ദാനിയാൽ പുസ്തകം എന്ന് പറഞ്ഞ് അദ്ദേഹം പരിചയപ്പെടുന്ന ഇങ്ങനത്തെ ഒരു പുസ്തകമാണ്. ഒരു മരത്തിൻ്റെ കസേരയിൽ പള്ളിയിലിരുന്നിട്ട് സ്വഹാബികൾക്കാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലം. ഉമർ തങ്ങൾ ചോദിച്ചു, ആരാണ് ഇന്ന് ഇവിടെ വേദ പറയുന്ന ആൾ? ഖാസുൻ, ചരിത്രം പറയുന്ന ആളാണ്, ഖാധികനാണ് എന്ന് പറഞ്ഞു. ഖാസ് എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന ആളെന്നാണ്, ഖാധികനാണ് എന്ന് പറഞ്ഞു. എന്താ കഥ പറയുന്നത്? യഖുസ്സു അലന്നാസി മിൻ കുതുബി ദാനിയാൽ പ്രവാചകന്റെ ചരിത്രമാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു നേരെ റൂമിലേക്ക് ചെന്നിട്ട് ചാട്ടവാറെടുത്ത് കൊണ്ടുവന്നു. വൈലുൻ ലക്, അദ്ദേഹത്തിൻ്റെ തലക്ക് പിടിച്ചു അടി കൊടുത്തു. ഉമർ റളിയല്ലാഹു, വൈലുൻ ലക്, നിനക്ക് നാശം. യഖൂലുല്ലാഹു അസ്സ വജല്ല നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖിസസ് വഅൻത തഖുസ്സു ഖിസസക അലൽ നാസ്. നിനക്ക് നാശമെടോ, അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് ഞാൻ ഏറ്റവും നല്ല ചരിത്രമാണ് പറഞ്ഞു തരുന്നത്, ഖുർആൻ്റെ ചരിത്രം. അതൊന്നും പറഞ്ഞു കൊടുക്കാതെ ഏതോ തലയും വാലുമില്ലാത്ത കഥ പറഞ്ഞു കൊടുക്കുകയാണോ? നിനക്ക് നാശം എന്ന് പറഞ്ഞ് ആ മനുഷ്യന് ബോധം കെടുള്ള അടിച്ചു എന്നാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഗൗരവമേറിയ വിഷയങ്ങൾ ഉണ്ടായിരിക്കെ ഒരു അടിസ്ഥാനവുമില്ലാത്ത വിഷയങ്ങൾക്ക് മനുഷ്യൻ സമയം ചെലവഴിക്കരുത് എന്ന്. പക്ഷെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാഴ്ചപ്പാട് വളരെ വളരെ അത്ഭുതകരമാണ്. അബൂ ഹുറൈറ തങ്ങളോടൊരിക്കൽ ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ ഒരുപാട് ഹദീസ് ഉദ്ധരിക്കുന്ന ആളാണ്.
പക്ഷെ അങ്ങനെ ഹദീസുകൾ ഒരുപാട് ഉദ്ധരിക്കപ്പെട്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് ഖുർആൻ ഓതാൻ സമയം കിട്ടാതെ വരുമോ? ഖുർആൻ ഓതാൻ സമയം കിട്ടാതെ മുഴുവൻ സമയവും ഈ ഹദീസിലായിട്ട് മാറിപ്പോകുമോ എന്ന് ഉമർ തങ്ങൾ പേടിച്ചിരുന്നു. വളരെ സ്വഹീഹായ സംഭവമാണ്. ഉമർ തങ്ങൾ പറഞ്ഞ, അബൂ ഹുറൈറ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന ഹദീസിൻ്റെ വിഷയങ്ങൾ വളരെ ശരിയാണ്, അത് നല്ലതാണ്. പക്ഷെ എന്ത് ചെയ്യണം? ഖുർആനിൻ്റെ മീതെ അതായി പോവരുത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് കുറക്കണം കേട്ടോ അബൂ ഹുറൈറ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു, ഇല്ലെങ്കിൽ എൻ്റെ നടി വാങ്ങിക്കുന്നു ഫാറൂഖ് റളിയല്ലാഹു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഖുർആൻ അതിൻ്റെ മീതെയാണ്. ഖുർആനിൻ്റെ വിഷയങ്ങൾ മാറ്റിവെച്ചിട്ട് നമ്മൾ മുഴുവൻ ഹദീസിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് രണ്ടും മാറ്റിവെച്ചിട്ടാണ് നമ്മൾ പല പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്ര ചിന്തിക്കേണ്ട കാര്യമാണ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല ചരിത്രമാണ് നാം പറഞ്ഞു തരുന്നതെന്ന് അള്ളാഹു പറയാ. എന്നിട്ട് നീ ദാനിയാൽ പ്രവാചകന്റെ ചരിത്രമാണെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലി കഥകൾ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണോ? അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ വൈലുല്ലക്, നിനക്ക് നാശം എന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ അവിടുത്തെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു എന്ന ആ മനുഷ്യനെ. ഇത് നബി തങ്ങളുടെ പള്ളിയിൽ അഷ്റഫ് ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആൻ ചരിത്രം പറഞ്ഞു തരുന്നതെല്ലാം ഖുർആനിക ചരിത്രത്തിൻ്റെ അവസാനത്തിൽ അതിൻ്റെ മോറൽ, അതിൻ്റെ ആകത്തുകയും അതിൻ്റെ ആ കഥയുടെ സംക്ഷിപ്ത വിവരണം, അതിൽ മനുഷ്യ ജീവിതത്തിലേക്കുള്ള മെസ്സേജുകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നാളെ പരലോകത്ത് എന്ത് സംഭവിക്കും, ഈ രണ്ട് വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് മനുഷ്യന് ഏറ്റവും ഉപകാരപ്പെടുന്ന ചരിത്ര സംഭവങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ മഹ്ശറയെ ഓർമ്മ വരണമെന്ന, പരലോകത്ത് ഓർമ്മ വരണം. അതുകൊണ്ട് ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു പരലോകത്തിൻ്റെ വിവരണം പറയാം. ഏത് ചരിത്രത്തിൻ്റെ അവസാനം അള്ളാഹു അങ്ങനെ പറയാം, വഅൻദിർഹും യൗമൽ ഹസ്റ, സങ്കടം വരുന്ന ദിവസത്തെ പറഞ്ഞു കൊടുക്കണം നബിയേ. യൗമുൽ ഹസ്റ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് യൗമുസ് സആദ, സന്തോഷത്തിൻ്റെ ദിവസമായിട്ട് മാറണം. അള്ളാഹു മാറ്റിത്തരട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഖുറാ, ഖുർആൻ ഓതുന്നവരുടെ പാരായണം ചെയ്യുന്നവരുടെ നേതാവ്, അതാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഓതിക്കൊണ്ടിരിക്കുകയാണ് സൂറത്തു സ്വാഫാത്ത്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ മാ ലക്കും ലാ തനാസറൂൻ. അങ്ങനെ ഓതുകയാണ് സൂറത്തു സ്വാഫാത്തിൽ 24-25 ആയത്തുകൾ. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, മലക്കുകളെ, മനുഷ്യരെ മുഴുവനും എഴുന്നേൽപ്പിച്ച് നിർത്തുക. ആലോചിച്ച് നോക്കി, ഈ കന്നുകാലികളെ കടത്തിക്കൊണ്ടുപോകുമ്പോഴേ ഇരിക്കാൻ വരെ ജീവനില്ലാത്ത കന്നുകാലികളെയാണ് കിലോമീറ്ററുകൾ, സ്റ്റേറ്റുകളുടെ ബോർഡർ കഴിഞ്ഞ് നിർത്തിക്കൊണ്ടുപോകണത്. നമ്മൾ ഇരിക്കാൻ വരെ കഴിയാതെ ക്ഷീണിച്ചിരിക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിച്ചാലുള്ള അവസ്ഥ എന്താണ്? വഖിഫൂഹും, വിചാരണക്ക് വരികയാണ്, ഖബറിന്ന് എഴുന്നേറ്റ് പൊടിയൊക്കെ തട്ടി പോരാണ്, പുതിയൊരു ലോകത്തേക്ക് വരികയാണ്. തളർന്നിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്, ദാഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഓർഡർ വരും. മലക്കുകളാണ് അവിടുത്തെ വളണ്ടിയർമാർ. നോക്കണം, വഖിഫൂഹും, എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറയുമോ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. ചില എംബസികളിലൊക്കെ ഉണ്ടത്. നമ്മൾ എംബസികളിൽ ചില ഫേസ് ടു ഫേസ് മീറ്റിങ്ങിന് വിളിച്ചാൽ, ചില നാടുകൾക്ക് വിസക്ക് പോയാൽ ഇരിക്കാൻ ചെയറുണ്ടാവില്ല അവിടെ. അത് അവർക്ക് ചെയറിടാൻ അറിയാത്തത് കൊണ്ടല്ല, ആ ഒരു വിഷയത്തിൻ്റെ റെസ്പെക്റ്റ് അങ്ങനെയാണ്. നിന്നിട്ട് എന്ത് ചെയ്യുക, ഐ സ്കാനും ഫിംഗർ പ്രിൻ്റൊക്കെ നിന്നിട്ട് ചെയ്യണമെന്നാണ്. അതവർക്ക് അറിയാത്തത് കൊണ്ടല്ല, ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം അറിയാൻ. അവിടെ ഇരുത്തിയാവുമ്പോൾ മൊബൈൽ എടുത്തിട്ട് ചാറ്റ് ചെയ്യും, ഒന്നുകൊണ്ട് നിർത്തി. അങ്ങനെയുണ്ട്. ആ നിൽക്കുന്നതിലൊരു ഭയാനകത വരുന്നതാണ് നിർത്തുമ്പോൾ. അല്ലാഹു മഹ്ശറയുടെ വിഷയം പറയാണ് സൂറത്തു സ്വാഫാത്തിൽ. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തണം. ഇന്നഹും മസ്ഊലൂൻ, ഓരോരുത്തരെയും ഞാൻ ചോദ്യം ചെയ്യാൻ പോവാണ്. മാ ലക്കും ലാ തനാസറൂൻ, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചില ഫോർജ് ഡോക്യുമെൻറ്റുകൾ അതിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറ്റുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനൊന്ന് കാണട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, ചോദ്യം ചെയ്യാൻ പോവാണ്. ആ ഒരു ആയത്ത് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ കയ്യിൽ ചാട്ടവാറും കൊണ്ടിങ്ങനെ നടക്കുകയാണ്. അതങ്ങ് താഴെ വീണു. ഉമർ തങ്ങളും താഴെ വീണു. നോക്കുമ്പോൾ ബോധം കെട്ടുപോയിട്ടുണ്ട്.
എന്നിട്ട് ഉമർ എന്നവരെ താങ്ങിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കിടത്തി മഹാനവറുകൾ മരിള ഷഹ്റൻ കാമിലൻ യഊദൂനഹു ലാ യദറൂന മറള. ഒരു മാസം ഉമർ തങ്ങൾ രോഗിയായി കിടന്നിട്ടുണ്ട്. ആളുകൾ സന്ദർശിക്കുമായിരുന്നു ഉമർ തങ്ങളെ. കാരണം ഒരു വിഷയത്തിലേക്ക് നമ്മൾ മനസ്സ് കൊടുക്കുന്ന ചില സമയങ്ങളുണ്ട്. അത് എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊരു വിഷയം ആലോചിച്ചാൽ അപ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഉമർ തങ്ങൾക്ക് രോഗമായി സ്വഹാബികൾ മുഴുവൻ കാണാൻ ചെന്നു. ഒരു മാസം രോഗിയായ തങ്ങളെ കാണാൻ ചെന്നു ഉമർ തങ്ങളെ. ലാ യദറൂന മറള, എന്താണ് രോഗം എന്നറിയില്ല. പിന്നെ ബോധം തെളിഞ്ഞു, അസുഖം മാറിയൊക്കെ മഹാനവറുകൾ തിരിച്ചു വന്നപ്പോഴാണ് ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ ഓതിത്തന്നപ്പോൾ. ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ ഓത്ത് മനോഹരമായ ഓത്താണ്, വളരെ ഗൗരവവും ഭംഗിയുമുള്ള ഓത്താണ്. ചില ഓത്തുകൾ വെറും കേൾക്കാൻ രസം ഉണ്ടാവുള്ളൂ, ചിലത് അതോടൊപ്പം മനസ്സിലിങ്ങനെ തട്ടൊരു പേടി വരും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ലിയഹ്നികൽ ഇൽമു യാ അബാ മുൻദിർ, ലിയഹ്നികൽ ഇൽമു യാ അബാ മുൻദിർ, അബൂ മുൻദിറെ നിങ്ങൾക്ക് ഇൽമു അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, നിങ്ങളെ ഞാൻ ഇൽമു കൊണ്ട് ആശീർവദിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ലിയഹ്നികൽ ഇൽമു യാ അബാ മുൻദിർ സയ്യിദുൽ ഖുറാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ആ ഓത്തങ്ങട്ട് കേട്ടപ്പോഴേ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, ചോദ്യം ചെയ്യാൻ പോവാൻ, എഴുന്നേൽപ്പിച്ച് നിർത്തണം, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയോ എന്നങ്ങോട്ട് ആലോചിച്ചിട്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ യൗമുൽ ഹസ്ര, സങ്കടപ്പെടുന്ന ദിവസം ബോധം കെട്ട് ഒരു മാസം രോഗിയായി കിടന്ന മഹാനവറുകൾ. അള്ളാഹു നമുക്കൊക്കെ ആഖിറത്തിൻ്റെ ചിന്തകൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ദഹബി റളിയല്ലാഹു അൻഹു സീറ അലാമുൻ നുബലായിൽ ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതൻ്റെ കഥ പറയുന്നുണ്ട്. ഖിയാമത്തിനെ സംബന്ധിച്ച് കിതാബ് എഴുതിയ ഇബ്നു വഹബ്, അബ്ദുല്ലാഹി ഇബ്നു വഹബ്, ഈജിപ്ത് കണ്ട പ്രഗത്ഭനായ ആലിമാണ് അബ്ദുല്ലാഹി ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കിതാബുണ്ട് അഹ്വാലു യൗമിൽ ഖിയാമ, അന്ത്യനാളിൻ്റെ ഭയാനകതകൾ എന്നാണ് അതിൻ്റെ പേര്. ആ കിതാബ് മഹാനവറുകൾ വർഷങ്ങളെടുത്ത് എഴുതിയതാണ്. ആ കിതാബ് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു ഇബ്നു വഹബ് തങ്ങളോട് എനിക്കൊന്ന് നിങ്ങളുടെ അടുത്ത് കിതാബ് ഒന്ന് ഓതി പഠിക്കണം. ഉസ്താദ് എഴുതിയ കിതാബ് ഉസ്താദിന് ഓതി കൊടുക്കുക ചെയ്യുക. ഖറ അലൈഹി, അതാണ് പഴയ പഠന രീതി. അങ്ങനെയാണ് മുതഅല്ലിം ഉസ്താദിന് ഓതി കൊടുക്കും, ഉസ്താദിൻ്റെ വിവരണങ്ങൾ പറഞ്ഞു കൊടുക്കും, തെറ്റിനെ തിരുത്തി കൊടുക്കും. ഖറ അലൈഹി എന്നാ പറയാം. ഉസ്താദ് ഇങ്ങോട്ട് വായിച്ചു കൊടുക്കല്ല, ശിഷ്യൻ അങ്ങോട്ട് വായിച്ചു കൊടുക്കണം എന്നാണ്. ആ കിതാബ് മഹാനായ ഇബ്നു വഹബ് തങ്ങൾക്ക് തൻ്റെ ശിഷ്യൻ ഓതിക്കൊടുത്തതിൽ കിതാബ് അവസാനിച്ചപ്പോഴേക്കും റൂഹ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കിതാബ് ഇങ്ങനെ സ്വന്തം എഴുതിയ കിതാബാണ്, പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞ വിഷയമാണ്. അങ്ങനെ ആ വിഷയത്തിൽ മരണപ്പെട്ടു പോയ ആലിമാൻ അല്ലാമത്തു മിസ്ർ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു അഹ്വാലു യൗമിൽ ഖിയാമ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പേടിക്കുകയും ഒരുങ്ങി നിൽക്കുകയും ചെയ്യേണ്ട സമയമാണ്. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون واتقوا يوما ترجعون فيه إلى الله. അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസത്തെ നിങ്ങൾ പേടിക്കണേ. ثم توفى كل نفس ما كسبت വഹും ലാ യുദ്ലമൂൻ. ഓരോ ശരീരവും എന്താണോ ചെയ്തത് അതിൻ്റെ രക്ഷയാണെങ്കിൽ രക്ഷ, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, അത് പൂർണ്ണമായും നൽകപ്പെടുന്ന ഒരു ദിവസമാണത്. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയാണത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി. ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്ത് അതാണ്. അതാണ് അത്ഭുതം. ഖുർആനിൽ അവസാനം ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. സൂറത്തു നസ്ർ. സൂറത്തു നസ്റാണ് ഏറ്റവും അവസാനം ഇറങ്ങിയ സൂറത്ത്. എന്നാൽ ഇനി അടുത്തൊരു ഉത്തരം നമ്മൾ പഠിക്കുക, അവസാനം ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ ബഖറയാണ്. അതുകൊണ്ടാണ് ആ സൂറത്തുൽ ബഖറയിലെ ഈ ആയത്താണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ ഇറങ്ങാൻ 10 കൊല്ലം എടുത്തിട്ടുണ്ടെന്ന് പറയാൻ കാരണം. മദീനയിൽ വന്ന ആദ്യ വർഷം സൂറത്തുൽ ബഖറയിൽ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ മുതൽ 286 മൊത്തം ആയത്തുകൾ. ഏകദേശം അവസാനിക്കുന്നതിന് 5 ആയത്തിന് മുമ്പ് ഈ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അവസാനം ഇറങ്ങി. പിന്നെ ആയത്ത് ഇറങ്ങിയിട്ടില്ല, പിന്നെ ഖുർആൻ ഇറങ്ങിയിട്ടില്ല. ആ ആയത്തിൻ്റെ അർത്ഥം നോക്കൂ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നബിയെ നിങ്ങൾ എന്നിലേക്ക് മടങ്ങാൻ പോവാണ്, ജനങ്ങളൊക്കെ മടങ്ങും, എന്നിലേക്ക് തിരിച്ചു വരുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ബോധത്തിലായിരിക്കണേ.
നിങ്ങൾ പേടിക്കണം അല്ലാഹുവിനെ. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ആ അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ അവസാനിക്കുന്നത്. ഖുർആൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിലല്ല ഖുർആനിൻ്റെ ഇപ്പോഴത്തെ ക്രോഡീകരണം. അത് നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ ഫാത്തിഹ അവിടെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്നല്ലേ വരേണ്ടത് എന്ന് ചോദിക്കരുത്. കാരണം ഖുർആനിൻ്റെ തർത്തീബ് വേറെ വഹിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി തങ്ങൾക്ക് വഹി കൊടുക്കുക, നബിയെ ഒന്നാമത്തെ സൂറത്ത് ഇതാണ്, രണ്ടാമത്തെ സൂറത്ത് ഇതാണ്, രണ്ടിൽ ഇത്ര ആയത്തുണ്ട്, ഈ ആയത്ത് സൂറത്തു നിസായിൽ വെക്കണം, ഈ 10 ആയത്തുകൾ സൂറത്തുൽ മാഇദയാണ്, ഈ 2 ആയത്തുകൾ തബാറക്കയിലേക്ക് പോകണം. അങ്ങനെ ഓരോ സൂറത്തുകളുടെയും കൃത്യമായ പേരും ആയത്തുകളുടെ കൃത്യതയും നബി തങ്ങൾക്ക് വഹി വന്നതാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. നമുക്കറിയാൻ പറ്റില്ല എന്തേ അങ്ങനെ വന്നത്. കാരണം ഒന്നാമത് വരേണ്ട ഇഖ്റ 96-ാമത്തെ സൂറത്താണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അപ്പോൾ അവസാനം ഇറങ്ങിയ ആയത്ത് ഇതാണ്. നൂറുദ്ദീൻ മഹ്മൂദ് സംഗിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ചരിത്രം പറയുമ്പോൾ ഓർക്കപ്പെടുന്ന ആളാണ് നൂറുദ്ദീൻ മഹ്മൂദ് സംഗി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ അവർ വല്ലാത്തൊരു മഹദിയായിരുന്നു. രാത്രിയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം വളരെ ദേഷ്യപ്പെട്ടിട്ട് സുബഹി നിസ്കാരത്തിന് വാങ്ങ് കൊടുത്തപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് എഴുന്നേറ്റ് ആകെ ബഹളം. വീട്ടുകാരൊക്കെ ചോദിച്ചു, എന്തു പറ്റി? നൂറുദ്ദീൻ മഹ്മൂദ് സംഗി അദ്ദേഹം മുജദ്ദിദാണ് എന്ന് പറയാറുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബി ഇദ്ദേഹത്തിൻ്റെ ശേഷം വന്ന ആളാണ്. സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ പൂർത്തിയാക്കിയത് നൂറുദ്ദീൻ മഹ്മൂദ് സംഗി തങ്ങൾ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ എന്തിനാ ഈ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഫാത്തത്തിനിൽ വിർദു അൽ ബാരിഹ, ഇന്നലെ രാത്രി എനിക്കൊരുപാട് തസ്ബീഹ് ചൊല്ലാനുണ്ട്, അതൊന്നും ചൊല്ലാൻ പറ്റിയിട്ടില്ല, ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയല്ലോ. അങ്ങനെ ബഹളം വെച്ച് ദേഷ്യപ്പെട്ടൊരു മഹദിയാണ്. ഇവിടെ രാജകുമാരിയായി ജീവിച്ചിരുന്ന മഹദിയാണ്. നൂറുദ്ദീൻ മഹ്മൂദ് സംഗിയാണ്. അദ്ദേഹമാണ് മസ്ജിദുൽ അഖ്സ എങ്ങാനും ജൂതന്മാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവിടുത്തെ ആദ്യത്തെ ഖുതുബ ഞാനുണ്ടാക്കുന്ന മിമ്പറിലാവണം എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു മിമ്പറ ഷാമിൽ അദ്ദേഹം തയ്യാർ ചെയ്തു വെച്ചു. പക്ഷേ അദ്ദേഹത്തിന് അത് കാണാൻ ഭാഗ്യമുണ്ടായില്ല. സലാഹുദ്ദീൻ അയ്യൂബി മസ്ജിദുൽ അഖ്സ കീഴടക്കുന്നു. അങ്ങനെ ഈ മിമ്പറ ഷാമിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി ആ മിമ്പറിൽ വെച്ചിട്ട്, അപ്പോഴേക്കും 9 വർഷം കഴിഞ്ഞിട്ടുണ്ട് മഹ്മൂദ് സംഗി അവർ മരണപ്പെട്ടിട്ട്. ആ മിമ്പറിലാണ് ആദ്യത്തെ ഖുതുബ നടന്നത്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കുരിശ് യുദ്ധകാലം, ഇസ്ലാം വിജയമുണ്ടായി, മസ്ജിദുൽ അഖ്സയുടെ മോചനം നടന്ന സമയം. വലിയ മഹാനാണ് നൂറുദ്ദീൻ സംഗി തങ്ങൾ അവറുകൾ. അദ്ദേഹം ദീനിലേക്ക് വളരെ അടുക്കുന്നതിൻ്റെ മുമ്പ്, ഏതൊരാൾക്കും അങ്ങനെ 2 കാലഘട്ടം ഉണ്ടാവും. ദീനിലേക്ക് വളരെ അടുക്കുന്നൊരു കാലം ഉണ്ടാവും. ഒരൽപ്പൊക്കെ ഇങ്ങനെ എല്ലാം കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് വേദനും പോകുന്ന ഗാനമേളക്കും 1-ാം സഫിലിരിക്കും, അങ്ങനെയൊക്കെ പോകുന്നൊരു കാലം ഉണ്ടാവും. പിന്നെ മെല്ലെ ഇങ്ങനെ മനസ്സിലായി തുടങ്ങും. ചിലർക്കത് മനസ്സിലാക്കാൻ 60 കൊല്ലം എടുക്കും എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ 2 കാലഘട്ടങ്ങളുണ്ടാവും മനുഷ്യ ജീവിതത്തിൽ. 60 ഒന്നും എടുക്കാതെ ഒരു 2 കൊല്ലം കൊണ്ടെങ്കിലും എന്ത് ചെയ്യണം, മനസ്സിലാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ കുറഞ്ഞ സമയമാണെങ്കിൽ മാഷാ അല്ലാഹ്. അപ്പോൾ അദ്ദേഹം അന്ന് സൈന്യത്തൊക്കെ വിളിച്ചിട്ട് വലിയൊരു ഫെസ്റ്റിവൽ നടത്തുകയാണ്. രാജാക്കന്മാരാകുമ്പോൾ, വളരെ പവർഫുൾ രാജാക്കന്മാരാകുമ്പോൾ അവരുടെ അധികാരത്തിൻ്റെ ഒരു ഷോ ഓഫ് ഉണ്ടാവും. നമുക്കൊക്കെ നമ്മുടെ റിപ്പബ്ലിക് ദിനമൊക്കെ ഉണ്ടാകുമ്പോൾ പരേഡുകൾ നടക്കുമല്ലോ. എന്തിനാ വെച്ചാൽ ലോകരാജ്യങ്ങൾ കാണണം ഞങ്ങൾ സുശക്തരാണ്. രാജാക്കന്മാരും ഭരണാധികാരികളും ചെയ്യുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ഒരു വലിയ ഒരു മഹറജാൻ അദ്ദേഹം ഷാമിൽ വിളിച്ചു ചേർത്തിട്ട് ആയിരക്കണക്കിന് പട്ടാളക്കാരും ആയുധങ്ങളും ജനങ്ങളെ കാണിക്കുന്ന വലിയ ഒരു സമയം. ആ സമയത്ത് മഹാനായ നൂറുദ്ദീൻ സംഗി ഇങ്ങനെ ആ ഒരു റാഹത്തിലിങ്ങനെ സൈന്യത്തിൻ്റെ കൂടെ പരേഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അല്ലാമ അൽ വാസിത്തി റഹിമഹുല്ല, അദ്ദേഹം വളരെ പ്രഗത്ഭനായ സാഹിദായ പണ്ഡിതനാണ്. അദ്ദേഹം മസ്സിൽ ലിനഫ്സിക അയ്യുഹൽ മഗ്റൂറു യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു ഇൻ ഖീല നൂറുദ്ദീൻ ജാഅ മുസല്ലിമൻ ഫഹ്ദർ ബിഅൻ തഅതി വമാ ലക നൂറു حرمت كاسات المدام تعنفا وعليك كاسات الحرام تدور. ഈ 3 വരിയാണ് ഈ പാട്ട്. ഇതങ്ങ് പാടിയപ്പോൾ ആ ആവേശത്തിൽ നടക്കുന്ന രാജാവിന് തൊട്ടടുത്ത് വന്നിട്ടായി പാടുന്നത് ഇമാം വാസിത്തി തങ്ങൾ. ആ നടക്കണ മനുഷ്യൻ അവിടെ ബോധം കെട്ട് വീണ് വെള്ളം കുടഞ്ഞിട്ട് അവൻ്റെ ബോധം തെളിഞ്ഞത്. 3 വരിയുടെ പാടിയിട്ടുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം എന്നാ? മസ്സിൽ ലിനഫ്സിക അയ്യുഹൽ മഗ്റൂറു
യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു. നൂറുദ്ദീനെ അഹങ്കരിച്ച് നടക്കുകയാണല്ലേ, വലിയ ആളാന്നൊക്കെ തോന്നുന്നുണ്ടല്ലേ. മസ്സിൽ ലിനഫ്സിക അയ്യുഹൽ മഗ്റൂറു. നീ നാളെ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് വരുന്ന സമയം ഓർത്തു നോക്കൂ നൂറുദ്ദീൻ. യൗമൽ ഖിയാമ വസ്സമാഉ തമൂറു. ആകാശലോകങ്ങളിൽ നിന്ന് മുഴുവനും ഘോരമായ ശബ്ദവും ആകെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആ ഒരു സമയത്ത് അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് വരുന്ന രംഗം നൂറുദ്ദീനെ നീ ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഇൻ ഖീല നൂറുദ്ദീൻ ജാഅ മുസല്ലിമൻ ഫഹദർ ബിഅൻ തഅതി വമാ ലക നൂറു. അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ താണുകേണ് ഒതുങ്ങിയിട്ട് വരികയാണെന്നൊക്കെ സങ്കല്പിക്കുക. എന്നാലും നൂറുദ്ദീനെ, നിന്റെ മുഖത്ത് നൂറില്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ലട്ടോ. അദ്ദേഹത്തിൻ്റെ പേരിനെ വെച്ചൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. حرمت كاسات المدامت عنفا وعليك كاسات الحرام تدور. നാട്ടിലൊന്നും കള്ളുകൂടി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സൈന്യത്തിലുള്ള ആളുകൾ കള്ളുകുടിക്കണ്ടല്ലോ, നിങ്ങൾക്ക് ചുറ്റും ഇത് കാണുന്നില്ലേ? നൂറുദ്ദീൻ, നാളെ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ നൂറില്ലാതെ പോയാൽ എന്തായിരിക്കുമിടോ നിൻ്റെ കഥ എന്ന് വലിയൊരു രാജാവിനോട് എഴുന്നള്ളിപ്പ് നേരത്ത് പറഞ്ഞ് അവിടെ ബോധം ഇരുന്നു അങ്ങോട്ട് ബോധം ഒറ്റക്കടത്താം. അപ്പോൾ അതൊക്കെ ശരിക്കും നോട്ട് ചെയ്യപ്പെട്ടു ചരിത്രത്തിൽ. കാരണം ഇങ്ങനെ പരേഡ് നടക്കണ നേരത്തതിൻ്റെ മെയിൻ ആളെന്നെ വീണുപോയി എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ഈ കവിത ചൊല്ലി അതിൽ പിന്നെയാണ് അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായതെന്ന്. ചില ആളുകൾക്ക് അങ്ങനെയായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാരോപദേശം എവിടെ നിന്നോ കേട്ടതായിരിക്കും. പക്ഷെ അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ച അത് മദീന. ചിലരിന് കൊല്ലങ്ങളോളം കേട്ടിട്ടും കാര്യം ഉണ്ടാവില്ല, അതിൽ ഫലം കിട്ടൂല. ചിലർക്ക് വളരെ പെട്ടെന്ന് കൽബിലേക്ക് നന്നാവണം എന്നൊക്കെ ഒരു ആഗ്രഹം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കയറി കൂടുന്നതാണ്. ഒരിക്കലും ഇന്നാരും നന്നാക്കാൻ നോക്കണ്ട, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്നാണെങ്കിൽ എത്ര കേട്ടാലും നന്നാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷെ എനിക്ക് നന്നാവണം, പക്ഷേ കുറച്ചൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് നന്നായി പോകും. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹു കൊടുക്കുന്ന ഒരു സൗഭാഗ്യമാണ്. നന്നാവണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായില്ലേ, അതിന് അള്ളാഹു നൽകിയ ഒരു തൈസീർ, അള്ളാഹു എളുപ്പമാക്കി തരലാണ്. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ കഴിയാത്തൊരു ദിവസം, നമ്മൾ കുറ്റവാളികളായി വിസ്തരിക്കപ്പെടുന്ന ഒരു രംഗം. നമ്മൾ അങ്ങനെയാണ് ഖിയാമത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ഇബാദത്ത് ചെയ്തിട്ടില്ല, അള്ളാഹിനോട് നന്ദിയും ചെയ്തിട്ടില്ല, പുറമെ കുറേ തെറ്റുകളും. അങ്ങനെ നമ്മൾ വിസ്തരിക്കപ്പെടുന്ന ആ ഒരു രംഗം അള്ളാഹു എത്ര ആയത്തുകൾ, 1000 ആയത്തുകളിൽ ഇതാ പറഞ്ഞല്ലോ. 6236 ആയത്തുകളിൽ 1000 ആയത്തുകളുടെ ചർച്ച ഇതാണ്. അപ്പോൾ 6666 അല്ലേ, എന്താ കുറച്ച് കുറഞ്ഞല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നത്. ആ കൃത്യമായ കണക്ക് അങ്ങനെയാണ്. 6236 കൃത്യമായ ആയത്തുകളുടെ എണ്ണം. അതാണ് പൊതുവെ അങ്ങനെ 6666 എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അത് അത്രക്കങ്ങ് ശരിയല്ലെന്നാണ്. ഒരു അറാബി വന്ന് നബി തങ്ങളോട് ചോദിക്കുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഐന അൽഖാക യൗമസ്സിഹാം, നല്ല തിരക്കുള്ള ആ ദിവസത്തിൽ നബിയെ അങ്ങേ എവിടെ വന്ന് കാണാൻ പറ്റും? എവിടെ വന്ന് കാണാൻ പറ്റും നബിയെ? അതൊരു വല്ലാത്തൊരു ചോദ്യമാണത്. കാരണം നമ്മളാരും പരലോകത്ത് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നല്ലാതെ അവിടെ ആരെയും കാണാൻ നിൽക്കുമോ? അങ്ങനെയല്ലേ? നമ്മൾ കാര്യമായിട്ട് അങ്ങനെ ചെയ്യുക. നമ്മുടെ കാര്യങ്ങൾ ഒക്കെ ക്ലിയർ, എമിഗ്രേഷൻ ക്ലിയറായി, ലഗേജ് കിട്ടി, എന്നാൽ വേഗം പോവാം, ഇപ്പം എന്തിനാ കാത്തിക്കണത്? മറ്റുള്ളവരുടെ വിഷയം നോക്കി നിൽക്കുന്നവർ വളരെ കുറവായിരിക്കും. നമ്മൾ കൂടെ വന്ന പ്രായമുള്ള ആളുണ്ടായിരുന്നല്ലോ, മൂപ്പര് എവിടെ പോയി, പടച്ചവനെ കാണില്ലല്ലോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ലഗേജ് മിസ്സായിട്ടുണ്ടല്ലോ, പടച്ചവനെ എമിഗ്രേഷനിൽ കുടുങ്ങിയാലോ, റബ്ബേൻ എന്ത് ചെയ്യും? ഇത് നോക്കാൻ ആൾ ദുന്യാവിൽ തന്നെ കുറവാണ്. പിന്നെ പരലോകത്തിൻ്റെ വിഷയം എന്താ? നബി തങ്ങളെ കാണണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ചോദിക്കുകയാണ്, നബിയെ ഐന അൽഖാക യൗമസ്സിഹാം, നാളെ തിരക്കുള്ള ദിവസം. അതാണ് തിരക്ക്, അതിലപ്പുറഞ്ഞ് തിരക്കില്ല. കാരണം അവിടെ വരാത്ത ആരുമില്ല, എല്ലാവരും ഓൾ പ്രസൻ്റാണത്. എല്ലാവരും ഉണ്ട്, ചെറിയവരും വലിയവരും കഴിഞ്ഞു പോയവരൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീ ഇഹ്ദാ സലാസി മവാത്തിനിൻ ലാ ഉഗാദിറുഹാ, എൻ്റെ ഉമ്മച്ചികൾക്ക് വേണ്ടി 3 സ്ഥലത്ത് ഞാൻ സ്ഥിരമായിട്ടുണ്ടാകും. ഇവിടെ വിട്ടാൽ അവിടെ, അവിടം വിട്ടാൽ ഇവിടെ, ഈ 3 സ്ഥലത്തല്ലാതെ ഞാൻ ഉണ്ടാവില്ല. ഇമ്മാ ഇൻദ സിറാത്ത്, ഒന്ന് സിറാത്ത് പാലം കടന്നു പോകുന്ന നേരത്ത്. അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തരട്ടെ.
ഔ ഇൻദ തതായുറുസ് സുഹുഫി, നമ്മുടെ കിതാബുകൾ പറന്നു വരുന്ന നേരത്ത്. കിതാബ് നൽകപ്പെടാന്ന് പറയാം, കിതാബ് പോയി വാങ്ങിക്കുക എന്നല്ല. പറയാം ഞാൻ ഇത് വലത്തെ കൈ തന്നെ പോയി വാങ്ങിക്കും, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. വരികയാണ് ചെയ്യുക. കൈകൊണ്ട് പിടിച്ചാൽ കിട്ടൂല എന്നാ. വലത് കൈ കൊണ്ടാണ് അവർക്ക് കിട്ടേണ്ടതെങ്കിൽ മാത്രമേ വലത് കൈ കൊണ്ട് ഹോൾഡ് ചെയ്താൽ കിട്ടുള്ളൂ. അല്ലാത്തത് ഇടത് കയ്യിൽ വരും, അല്ലെങ്കിൽ ബാക്കിൽ വരും. അത് ഈ കൈ ഉപയോഗിക്കാൻ കഴിയില്ല. കുറ്റം ചെയ്ത ആളുകൾ അത് ഇടത് കൈ കൊണ്ടേ കിട്ടും, അല്ലെങ്കിൽ മിൻ വറാ ഇളോഹരി, ബാക്കിൽ നിന്നാണ് കിട്ടുക, നേർക്കുനേരെ മുമ്പൊന്നും കിട്ടൂല. സുബ്ഹാനല്ലാഹ്, പാറി വരെ. അതുകൊണ്ട് തതായുർ സുഹഫ്, നാളെ കിതാബ് നൽകപ്പെടുന്നത് അങ്ങനെ പാറി വരലാണ്. തതായുർ പറക്കലാണ്. കിതാബ് നമ്മുടെ കയ്യിൽ വന്ന് പറന്നു വീഴലാണ്. ഞാൻ അവിടെ ഉണ്ടാകും. ഔ ഇൻദൽ മീസാൻ, അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യൻ്റെ അമലുകൾ തൂക്കി നോക്കുന്ന നേരത്തുണ്ടാകും. ഞാൻ അവിടെ ഉണ്ടാകും കേട്ടോ. ഈ 3 സ്ഥലത്ത് ഞാനുണ്ടാകും. നിങ്ങളൊക്കെ പോയിട്ടേ, നിങ്ങളുടെയൊക്കെ വിഷയം ക്ലിയർ ആയതിൻ്റെ ശേഷമേ ഞാൻ ഈ 3 സ്ഥലം പോവുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഹബീബിനെ മനസ്സിലാക്കാനും നമ്മുടെ ഹബീബിനോട് സ്നേഹം തോന്നാനും ഈ ഒരൊറ്റ ഹദീസ് മതി. നിങ്ങൾ ഏറ്റവും വിഷമിക്കുന്ന സ്ഥലം ഇതാണ്, ഈ 3 സ്ഥലം. നിങ്ങളൊക്കെ അവിടെ നിന്ന് ക്ലിയർ ആയതിൻ്റെ ശേഷമേ ഞാൻ മുന്നോട്ട് പോകൂ. സ്വർഗത്തിൽ കടക്കുന്ന നബിതങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണ് കാത്തിരിക്കുന്നത്. ആദ്യത്തെ സുംറത്തുൽ ലിവാഉൽ ഹംദ് എന്ന തങ്ങളുടെ പതാക അത് നബിതങ്ങൾ ഉയർത്തിപ്പിടിക്കും. ഇതിൻ്റെ കീഴിലാണ് ആദ്യത്തെ സുംറത്ത്, ആദ്യത്തെ ബാച്ച് പോകുകയെന്ന് പറയില്ലേ, ആദ്യത്തെ സുംറത്ത് സ്വർഗത്തിലേക്ക് പോകും. സ്വാലിഹീങ്ങൾ, അമ്പിയാക്കന്മാർ, അള്ളാഹ്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ പോകുന്ന വല്ലാത്തൊരു ടീമുണ്ടാവും. സുബ്ഹാനല്ലാഹ്. മുഅ്ത യുദ്ധം നടക്കുമ്പോഴാണ് ജഅഫർ ത്വയ്യാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ഒരു അത്ഭുതകരമായ സംഭവം. നബിതങ്ങളുടെ ബന്ധുവാണത്, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നബിതങ്ങളുടെ മൂത്താപ്പൻ്റെ മകൻ. എന്താ നമ്മളിപ്പോൾ ഈ ചരിത്രം എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുന്നു എനിക്ക് അറിയില്ല. പതാക വലത് കയ്യിൽ പിടിച്ചപ്പോൾ ഈ കൈ അങ്ങോട്ട് മുറിഞ്ഞ് ചാടിയിട്ട് അപ്പോഴേക്കും അത് ഇടത്തെ കൈ പിടിച്ചു. ഇടത്തെ കൈയും മുറിഞ്ഞു. ഇസ്ലാമിൻ്റെ പതാക പിടിക്കുന്ന ആ ഒരു രംഗം, അതും മുറിഞ്ഞപ്പോൾ വലത് കക്ഷത്തിൽ വെച്ച് പിടിച്ചു. ഈ ഒടിഞ്ഞ് കിടക്കുന്ന, നമ്മൾക്ക് വിരൽ ഉളുക്കിയാലുള്ള വേദന എന്താ? ഒരു നഖം, ഈ നഖത്തിൻ്റെ സൈഡൊന്ന് കട്ടായി പോയിട്ട് ഒരു വേദന വന്നാൽ എന്താ അവസ്ഥ? ആ ഒരൊറ്റ ത്യാഗം പോലെ ഒരു കൈ മുറിഞ്ഞിട്ട് അടുത്ത കൈയിലേക്ക് വെച്ചു. നമ്മളാണ് എഴുന്നേറ്റ് ഓടൂലേ? കക്ഷത്തിൽ വെച്ചു, കക്ഷം മുറിക്കപ്പെട്ടു. അപ്പോഴേ ഇടതിലേക്ക് വെച്ചു, അതും മുറിക്കപ്പെട്ടു. അങ്ങനെ ചോര ചിന്തി മരിച്ചു മഹാനായ ജഅഫർ റളിയല്ലാഹു. ആ 2 കൈകൾക്ക് പകരമാണ് അള്ളാഹു സ്വർഗത്തിൽ പാറിപ്പറക്കാൻ മഹാനവറുകൾക്ക് ചിറക് കൊടുത്തു മഹാനായ ജഅഫർ റളിയല്ലാഹു. അതുകൊണ്ടാണ് ജഅഫർ ത്വയ്യാർ, പാറിപ്പറക്കുന്ന ജഅഫർ. 2 കൈയും കൊണ്ട് അതിൻ്റെ 2 അറ്റവും മുറിഞ്ഞു എന്ന് കണ്ടപ്പോൾ, കാരണം ഇനി ബ്ലഡ് ഒഴുകുകയാണ്, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ അവിടെ വെച്ച് 2 വരി പാട്ടും പാടി. പാട്ട് പാടണമെങ്കിൽ സന്തോഷം വേണം. മനസ്സ് ബോൾഡാവുമ്പോഴേ പാടാൻ കഴിയുള്ളൂ. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കാൻ നേരത്ത് പാട്ടുപാടിയിട്ടാണ് മരിച്ചതെന്ന്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അഫുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട്, മഗ്ഫിറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് മരിച്ചത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ജഅഫർ ത്വയ്യാർ എന്നവർ ഈ ചോരയിൽ കുളിക്കുന്ന നേരത്തെ നമുക്ക് നല്ലൊരു വർത്തമാനം പറയാൻ കഴിയുമോ വേദന കൊണ്ട്? യാ ഹബ്ബദൽ ജന്നതു വഖ്തിറാബുഹാ, യാ ഹബ്ബദൽ ജന്നതു വഖ്തിറാബുഹാ മുതയ്യബുൻ വബാരിദുൻ ശറാബുഹാ والروم روم قد دنا عذابها كافرة بعيدة أنسابها. يا حبذ റോമക്കാരുമായുള്ള യുദ്ധമാണ്. റോമക്കാർ പരാജിതരാണ്, അവർ അവിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, യാ ഹബ്ബദൽ ജന്ന, എൻ്റെ സ്വർഗമേ നീ എത്ര സുന്ദരിയാണ്. യാ ഹബ്ബദൽ ജന്ന, എൻ്റെ സ്വർഗമേ നീ എന്തൊരു മധുരമുള്ളതാണ്. യാ ഹബ്ബദൽ ജന്ന, എൻ്റെ സ്വർഗമേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വഖ്തിറാബുഹ, ഇതാ എൻ്റെ സ്വർഗം അടുത്തേക്ക് എത്തി, ഇതാ ഞാൻ കടക്കാൻ പോവാണ്. വഖ്തിറാബുഹ, എൻ്റെ സ്വർഗം ഇതാ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുതയ്യബുൻ, അത് സുഗന്ധമാണ്. വബാരിദുൻ ശറാബുഹ, ചൂടിലാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അപ്പോഴാണ് പറയുന്നത് ബാരിദുൻ ശറാബുഹ, സ്വർഗത്തെ വെള്ളം തണുപ്പുള്ള വെള്ളമാണ് എന്ന് പറഞ്ഞ് ഷഹീദായ സ്വഹാബിയാണ് ജഅഫർ ത്വയ്യാർ. അവന് കണ്ണിലിങ്ങനെ കാണുകയാണ്. അതാണ് ഇതിൻ്റെ വിഷയം. ഈമാൻ്റെ പ്രത്യേകത അതാണ്, മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രത്യേകത അതാണ്. അതായത് ഫ്രഞ്ച് സൈന്യത്തിൽപ്പെട്ട ഒരുപിടി ആളുകൾ അൾജീരിയയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഫ്രഞ്ചുകാരായ ഒരുപാട്, അൾജീരിയക്കാർ ഫ്രഞ്ച് സംസാരിക്കും, ഒരു കൊളോണിയൽ രാജ്യമായിരുന്നു ഫ്രഞ്ചുകാരുടെ.
അവിടുത്തെ ഫ്രഞ്ചുകാർ മുസ്ലിമാവാനുണ്ടായ കാരണം, ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് അൾജീരിയൻ സോൾജിയേഴ്സ് മരിക്കുന്ന നേരത്ത് കാണിച്ച ഒരു തരം ബോൾഡ്നെസ്, അവർ കാണിച്ച കറേജ്. കാരണം മരണം പേടിയോടുകൂടെ ആർക്കും ഓർക്കാൻ കഴിയും. പക്ഷെ മുസ്ലിമീങ്ങളായി ഈമാനുള്ള ആളുകളാണ്, ഞാൻ അള്ളാഹുവിനെ കാണാൻ പോവില്ലേ, പിന്നെ ഇപ്പം എന്തിനാ പേടിക്കണത്, അത് മനസ്സിലേക്ക് ഇൻറ്റേർണലൈസ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു സ്വഭാവം കണ്ടപ്പോഴാണ് ഇവരുടെ കയ്യിലുള്ളത് എന്തോ കാര്യമായ മുതലാണ്, ഇത് നമ്മൾ വിചാരിക്കുന്ന എന്തോ ഒരു വിശ്വാസമൊന്നുമല്ല എന്ന് മുസ്ലിമീങ്ങളായ ആളുകളുടെ മരണം കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് ഫ്രഞ്ച് സൈനികർ അൾജീരിയയിൽ വെച്ച് മുസ്ലിമായിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ യഖീൻ നൽകട്ടെ. ഈസാ നബി അലൈഹി സ്വലാം വെള്ളത്തിൽ നടന്ന കഥ യഖീൻ എന്ന് പറഞ്ഞില്ലേ, ആ സംഭവം ഇതാണ്. യാ ഹബ്ബദൽ ജന്ന, ഖുബൈബ് റളിയല്ലാഹുവിനെ തൂക്കിലേറ്റാൻ പോകുമ്പോൾ പാട്ട് പാടിയത് അല്ലേ, സുബ്ഹാനല്ലാഹ്, പാട്ടാ പാടിയത്, എനിക്ക് പേടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കവൻ്റെ സ്വർഗം നൽകട്ടെ അല്ലേ. നമ്മളൊക്കെ എന്തുകൊണ്ടപ്പോൾ ഈ ചോദിക്കുകയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അങ്ങനെയാണ്. എന്ത് പറഞ്ഞിട്ട് ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അനസ് ഇബ്നു നദർ റളിയല്ലാഹു തആല അൻഹു ഉഹദ് യുദ്ധം നടക്കുമ്പോൾ സഅദ് ഇബ്നു മുആദ് എന്നവർ, മഹാനായ അനസ് ഇബ്നു നദർ എന്നവരെ വന്ന് തടഞ്ഞു നിർത്തിയില്ലേ. അനസേ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്വഹാബികളൊക്കെ പിന്തിരിഞ്ഞോടുന്ന രംഗം വന്നു ഉഹദിൽ. നമ്മളൊക്കെ ഉഹദ് ഉംറക്കൊക്കെ പോകുമ്പോൾ ഉഹദ് കാണും. അവിടെ സ്വർഗം വാസനിച്ച സ്ഥലമാണ്, നമ്മൾ അറിയണം. സ്വർഗം വാസനിച്ചിട്ടുണ്ട് സ്വഹാബികൾ അവിടെ. ഉഹദിൻ്റെ മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിൻ്റെ വാസന വന്നിട്ടുണ്ടെന്നാണ്. ഇപ്പോഴും സുഗന്ധമുള്ള ഭാഗം ഉഹദ് മലയിലുണ്ട്. ഒരു ചെറിയ അതിൻ്റെ മേൽഭാഗത്ത് ആളുകൾ ചെന്നിട്ട് ഇപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്. സുഗന്ധമടിച്ചു വരുന്ന ഒരു പാറയുടെ ഒരു വിടവുണ്ട് അവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധസമയത്ത് ഒരല്പനേരം വിശ്രമിക്കാൻ പോയിരുന്നു. അവിടെ ഇപ്പോൾ കല്ല് വെച്ച് കെട്ടി ഒരാൾക്ക് കയറാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. സഅദ് റളിയല്ലാഹു തആല സഅദ് ഇബ്നു മുആദ് എന്നവർ ഉഹദ് കഴിഞ്ഞ ഉഹദിലെ ഷഹീദിൽപ്പെട്ട ആൾ തന്നെയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു 5 കൊല്ലമാണ് മുഅ്മിനായിട്ട് നബി തങ്ങളുടെ കൂടെ ജീവിച്ചത്. പിന്നീട് സഅദ് ഇബ്നു മുആദ് എന്നവർ വഫാത്താകുന്നു. മഹാനവർക്ക് അസുഖം, ഉഹദിലെ അസുഖം വന്നു, മഹാനവർ കാര്യമായൊരു അസുഖം വന്നു. ഉഹദിൽ ശരീരം ഒരു ഭാഗം നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കാലിൽ വ്രണങ്ങൾ വന്നു. അപ്പോഴാ ദുആ ഇരക്കുന്ന സഅദ് ഇബ്നു മുആദ് എന്നവർ, അല്ലാഹുവേ അല്ലാഹുവേ ഇൻ അബ്ഖൈത ഇൻ ലം അല്ലാഹുവേ ഇൻ ഇദാ മാ അബ്ഖൈത ലിറസൂലിക ഹർബൻ മഅൽ യഹൂദ് നബി, അല്ലാഹുവേ യഹൂദികളോടുകൂടെ നിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി ഒരു യുദ്ധം ബാക്കിയില്ലെങ്കിൽ ഫഖ്ബിദ്നി ഇലൈക്, നീ എന്നെ പിടിച്ചു കൊണ്ടുപോയിക്കോ റബ്ബേ, നീ എന്നെ മരിപ്പിച്ചേക്കണം. അതല്ല, ഇനിയൊരു യുദ്ധം കൂടെ ജൂതന്മാരുമായിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഹബീബിൻ്റെ കൂടെ അങ്ങനെ ഒരു സാധ്യത വരുമെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഇവിടെ പിടിച്ചു നിർത്തി, എന്നെപ്പം മരിപ്പിക്കരുത് റബ്ബേ, മുറിവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞതാണ്. ആ ദുആ കഴിഞ്ഞപ്പോഴേക്കും കാലിലെ മുറിവിങ്ങോട്ട് വീർത്ത് വരാൻ തുടങ്ങിയെന്ന്. ഫൻസഫഖ്, നബി തങ്ങൾ പോലും അത് കണ്ടിട്ട് വളരെ വേദനിച്ചു എന്ന്. കാരണം അദ്ദേഹം ചോദിച്ചു വാങ്ങി. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസ്വാരികളിലെ പ്രഗത്ഭനായ നേതാവാണ്. സഅദ് ഇബ്നു ഉബാദ തങ്ങളാണ് അൻസ്വാരികളിലെ ബനു ഹാരിസയുടെ നേതാവ്. പക്ഷേ അൻസ്വാരികൾ ഒരുപാട് സഅദ്മാർ, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു, ഇവരൊക്കെ പ്രമാണിമാരാണ്, ഒക്കെ പ്രഗത്ഭരാണ്. നിബിതങ്ങൾ എൻ്റെ അമ്മാവനാണെന്ന് പറഞ്ഞ ആമിന ബീവിയുടെ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു കുടുംബ പരമ്പരയിൽ ബന്ധമുള്ള സഅദാൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു, മൻ ലഹു ഖാലുൻ കഖാലി, എൻ്റെ അമ്മാവനെ പോലെ ഒരു അമ്മാവനുള്ളവർ കാണിച്ചിരുടോ എന്നൊക്കെ നിബിതങ്ങൾ അഭിമാനം പറഞ്ഞ്, ഇർമി ഫിദാക യാ സഅദ്, സഅദേ നിങ്ങൾ എറിഞ്ഞോളൂ, എൻ്റെ ഫിദാക അബീ വ ഉമ്മി, എൻ്റെ ഉമ്മയും വാപ്പയും നിങ്ങൾക്ക് ദണ്ഡമാണ് എന്ന് നിബിതങ്ങൾ തങ്ങളുടെ ഉമ്മാനെയും വാപ്പയെയും പറഞ്ഞ ഒരു സംഭവമേ ഉള്ളത് സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളോടാണ്. ഇതൊക്കെ ഈ സഅദ്മാർ മുഴുവനും റളിയല്ലാഹു അൻഹും വലിയ ഭാഗ്യവാന്മാരാണ്. സഅദ് ഇബ്നു മുആദ് എന്നവർ ദുആ ചെയ്തു. അങ്ങനെ മഹാനവറുകൾ മരിക്കുകയാണ്. കാരണം ജൂതന്മാരുമായുള്ള ഒരു യുദ്ധം പിന്നീട് ഉണ്ടായില്ല. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു മരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ കരച്ചിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, സഅദ് എന്നവരെ കാണാൻ ചെന്നിട്ട് സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും കരയുന്നുണ്ട്. ആ കരച്ചിലിനിടയിലൂടെ നബിയുടെ കരച്ചിൽ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പോലും അത്രയും വിഷമിച്ചു പോയി. ആ സഅദ് തങ്ങളുടെ ജനാസ എടുത്തപ്പോഴേ 70,000 മലക്കുകൾ ഇറങ്ങിയെന്നും നബി തങ്ങൾ തള്ളവിരൽ കൊണ്ടാണ് നടന്നതെന്നും അർശ് ഉറച്ചു എന്നൊക്കെ പറഞ്ഞ സംഭവം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിലാണ്. സഅദ് ഇബ്നു മുആദ് എന്നവർ ഉഹദ് യുദ്ധം നടക്കുമ്പോൾ സ്വഹാബികൾ പിന്തിരിഞ്ഞോടുകയുണ്ടായി. കാരണം ഖാലിദ് ഇബ്നു വലീദ് തങ്ങളുടെ നേതൃത്വത്തിൽ ജബലുർ റുമാത്തിൻ്റെ പിന്നിന്ന് സൈന്യം വന്ന് നമുക്കത് കാണാൻ കഴിയും. ജബലുർ റുമാത്ത് ചെറിയ കുന്നാണിന്ന് നമുക്ക് ആൾക്കാർ കയറുന്നു. അവിടെ അടക്കം നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ട സ്ഥലമാണ്.
ആൾക്കാരോട് ചെന്നിട്ട് ഷോപ്പിംഗ് ചെയ്യും അല്ലേ, അവിടുന്ന് വല്ല മാലയും വളയും അതും ഇതൊക്കെ വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ നോക്കുക. അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അതിൻ്റെ ഒരുതരം കൺറ്റംപ്റ്റ് വരും. എപ്പോഴും കാണുമ്പോൾ ഒരു മതിപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വിഷയം ഉണ്ടാവും ചില വിഷയങ്ങളിൽ. പക്ഷേ നമ്മളത് മനസ്സിലാക്കരുത്. നമ്മളത് ഇബ്റത്തിൻ്റെ സ്ഥലമാണ്, പാഠം ഉൾക്കൊള്ളേണ്ട സ്ഥലമാണ്. അവിടെ ഇബ്റത്ത് വരണം, കണ്ണിന്ന് കണ്ണീര് വരണം എന്നാണ്. അപ്പോൾ സ്വഹാബിമാർ ഓടുമ്പോൾ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു, അവിടെ അവരാണ് നമ്മുടെ വിഷയം. അനസ് ഇബ്നു നദർ എന്നവർ ഇങ്ങോട്ട് ഓടുകയാണ്, യുദ്ധക്കളത്തിലേക്ക് ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്കാണ്, തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടു പോയി. ആ സമയത്താണ് അനസ് ഇബ്നു നദർ എന്നവർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് ഓടി വരുന്നത്. അപ്പോൾ സഅദ് ഇബ്നു മുആദ്, അനസ് എങ്ങോട്ടായി ഓടുന്നത്? ഇങ്ങോട്ടാണോ ഓടുന്നത്? ഇലൈക അന്നി യാ സഅദ്, മാറി നിൽക്ക് സഅദേ, ഇന്നി അജിദു റീഹൽ ജന്ന മിൻ സൗബി ഉഹദ്, ഉഹദിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ മണം വരുന്നുണ്ടോ, മാറി നിൽക്ക്, ഞാൻ പോവാൻ, എന്നെ വിട് എന്ന് പറഞ്ഞ് കുതറിയിട്ട് ഓടിച്ചെന്ന് ഷഹീദായ സ്വഹാബിയാണ് അനസ് ഇബ്നു നദർ റളിയല്ലാഹു തആല. എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു ഇതൊരു റിയാലിറ്റിയാണ്. നമ്മളിത് ഫിക്ഷൻ കഥയല്ലേ പറയണത്. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തീരുമാനമാണ്. ഇതിനപ്പുറം ഒരു വിഷയത്തെ തീരുമാനം എടുക്കാനില്ല. അതിനൊക്കെ അവർക്ക് സാധ്യമായത് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണ് എന്ന ആ ഒരു വല്ലാത്തൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയുടെ ചരിത്രം നമ്മൾ കേട്ടതാണ്. മഹാനവറുകൾ ഉഹദിലേക്ക് പോകുമ്പോൾ കഫംപുട അണിഞ്ഞുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോയത്. കഫംപുട പൊതിഞ്ഞു. ഒരുപക്ഷെ ഇനി ഷഹീദായി കിടക്കുമ്പോൾ വസ്ത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവില്ലേ, ശത്രുക്കൾ വസ്ത്രക്കൽപ്പെടുത്തു പോകും. അവർ അന്ന് കിട്ടുന്ന മുഴുവൻ അല്ലേ, കത്തുന്ന വീടുന്നതിന് കഴുക്കൂൽ ഊരിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പോലെ അവർ ഷഹീദായി കിടക്കുന്ന സ്വഹാബിമാർ എന്തൊക്കെ കയ്യിലുണ്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ കഫംപുട ചുറ്റി വെച്ചു എന്ന് ഒരാൾക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരം ശരിക്കും മറച്ചു വെച്ചു. അങ്ങനെ യുദ്ധത്തിൽ അല്ലാഹുമ്മ ഖുദ് മിൻ ദമി ഹാദൽ യൗമ ഹത്താ തർളാ എന്ന് ദുആ ചെയ്തുകൊണ്ട് പോയ സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു. ജാബിർ തങ്ങളുടെ വാപ്പയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു. പടച്ചോനെ, എൻ്റെ ചോരയിൽ നിനക്ക് എത്രയാണോ ഇഷ്ടമുള്ളത് എടുത്ത പടച്ചോനെയാണ്. അങ്ങനെ ചെയ്തു പോയി മഹാനായ സ്വഹാബി ഷഹീദാവുകയും ചെയ്തു. എല്ലാവരും കരഞ്ഞു. അങ്ങനെ ജാബിർ റളിയല്ലാഹുവിന് പറയാ, എല്ലാവരും എൻ്റെ വാപ്പയെ അവർ പുതപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. വാപ്പയെ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, പോകണ്ട, കാണണ്ട, വളരെ വിഷമമുണ്ടാവും, സങ്കടം ഉണ്ടാവും. എല്ലാവരും എന്നെ തടഞ്ഞു, പക്ഷേ നബി തങ്ങൾ എന്നെ തടഞ്ഞില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു കരയല്ലേ. നബി തങ്ങൾ പറഞ്ഞു, വേണമെങ്കിൽ കരഞ്ഞോ ജാബിറെ, നീ കരഞ്ഞാലും ഇല്ലെങ്കിലും എന്തേ, ലഖദ് കല്ലമ അല്ലാഹു അബാക കഫാഹ, അള്ളാഹു നിങ്ങളുടെ വാപ്പയോട് നേരിട്ട് സംസാരിച്ചു, ഇനി എന്ത് വേണം? അള്ളാഹു നിങ്ങളുടെ വാപ്പയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആര് പറയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജാബിറെ, നീ കരാണ്ടിരിക്കുക വേണ്ട പോലെ ചെയ്തു. നമ്മുടെ വാപ്പ മരിക്കുന്നത് റമളാനിൻ്റെ ആ പകലിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മരിക്കുകയാണ്. ആ ഒരു വാപ്പയുടെ മരണത്തിൽ സങ്കടപ്പെട്ട് കരയേണ്ട കാര്യമില്ല. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഖുർആൻ ഓതിയിട്ടാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ ഉംറക്കിടയിലാണ്, നല്ലൊരു ഹജ്ജിൻ്റെ യാത്രയിലാണ്, ഇബാദത്ത് ചെയ്തുകൊണ്ടാണ്, നല്ലൊരവസ്ഥയിലാണ്. സങ്കടമുണ്ട്, പക്ഷെ വാപ്പ പോയല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട. എന്തേ? നമ്മൾക്ക് വാപ്പാക്ക് കൊടുക്കാൻ പറ്റുന്നതിലും ഖൈർ ആർക്ക് കൊടുക്കാൻ പറ്റും? അള്ളാഹു കൊടുക്കാൻ പറ്റും. അള്ളാഹു എൻ്റെ വാപ്പയെ ഖൈറിനല്ലേ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് നബി തങ്ങൾ ജാബിറെ ചബിക്കി ഔലാ ചബിക്കി, ജാബിറെ നീ വേണമെങ്കിൽ കരഞ്ഞോ അല്ലെങ്കിൽ കരയാതിരുന്നോ. ജാബിർ തങ്ങളൊക്കെ ചെറിയ കുട്ടിയാണ്, 14-16 വയസ്സുള്ളൂ. 7 പെൺകുട്ടികളെയാണ് ബാക്കി വെച്ചത് വാപ്പ. 7 പെൺമക്കളെ ബാക്കി വെച്ച് പോയി. മോനെ ജാബിറെ, ഞാൻ പോവാണ് കേട്ടോ, മക്കളെ നീ നോക്കണം, നിൻ്റെ പെങ്ങന്മാരെ നീ നോക്കണം. ജാബിർ തങ്ങൾ പറഞ്ഞു, വാപ്പ ഞാനാ പോകുന്നത് യുദ്ധത്തിന്, നിങ്ങൾ പോകണ്ട, നിങ്ങൾ പ്രായമുള്ള ആളല്ലേ, നിങ്ങൾ പെരിയിരുന്നോളൂ, മക്കളെ വാപ്പ നോക്കിക്കോളൂ, നിങ്ങൾ വാപ്പയല്ലേ. അപ്പോൾ ഒരു ആങ്ങളേ ഉള്ളൂ, ഒരു മകനേ ഉള്ളൂ ജാബിർ റളിയല്ലാഹു അൻഹു. വാപ്പയും മോനും വിട്ടുകൊടുത്തില്ല. പറഞ്ഞ നറുക്കിടുക എന്ന് പറഞ്ഞു. അങ്ങനെ നറുക്കിട്ടു. നറുക്ക് വീണത് വാപ്പാക്കാണ്. വാപ്പ പറഞ്ഞു, ജാബിറെ ഇത് സ്വർഗത്തിൻ്റെ വിഷയമായി പോയി, ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ ജാബിറെ, ഞാൻ തരൂല, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. എന്നിട്ട് പറഞ്ഞു, ജാബിറെ ഞാനെങ്ങാനും ഷഹീദായാൽ നിൻ്റെ 7 പെൺമക്കളെയും നീ നോക്കണം. അതുകൊണ്ടാണ് ജാബിർ എന്നവർ കല്യാണം കഴിച്ചു റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി തങ്ങൾ വസ്ത്രത്തിൽ ഇങ്ങനെ ജാഫറാനിൻ്റെ അടയാളം കണ്ടപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, അല്ല ജാബിറെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ആ നബിയെ കല്യാണം കഴിഞ്ഞു. എന്നാൽ അത്രയും സിമ്പിൾ, അത് അങ്ങനെയാണ്. നബി തങ്ങൾ ചോദിച്ചു, സയ്യിബൻ അം ബിക്റ, നീ വിധവയായൊരു പെണ്ണിനെയാണോ, ഒരിക്കൽ കല്യാണം കഴിഞ്ഞ് തൊലാക്ക് ചൊല്ലപ്പെട്ടവളോ ഭർത്താവ് മരിച്ചവളോ ആയ പെണ്ണിനെയാണോ കല്യാണം കഴിച്ചത്, അതല്ല ബിക്റായ പെണ്ണിനെയാണോ, കന്യകയായ പെണ്ണിനെയാണോ? സയ്യിബൻ യാ റസൂലല്ലാഹ്, സയ്യിബിനെയാ നബിയെ ഞാൻ കഴിച്ചത്. ഓളൊരിക്കൽ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചവളാണ്. അതെന്തേ ജാബിറെ? ഹല്ലാ ബിക്റൻ തുലാഇബുക വതുലാഇബുഹ, നിനക്ക് ഒരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നു? ആദ്യമായിട്ട് കല്യാണം കഴിച്ചു വരുമ്പോൾ വലിയ ആവേശമൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് സന്തോഷിക്കാമായിരുന്നല്ലേ.
കൂടെ കളിക്കാമായിരുന്നില്ല എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞപ്പോൾ, നബിയെ 7 പെൺമക്കളെ വെച്ചല്ലേ വാപ്പ പോയത്, എൻ്റെ പെങ്ങന്മാർക്ക് കൂട്ടിനൊരു ഉമ്മയെപ്പോലെ അഭയം നൽകുന്നവർ ഒരുത്തിയെ വേണം, എൻ്റെ ഒരു ഭാര്യ എന്നതിലപ്പുറം എൻ്റെ പെങ്ങന്മാർക്ക് ഒരു ഉമ്മയെ വേണം, അതുകൊണ്ടാണ് ഞാൻ എന്നാലാവട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ തങ്ങളുടെ വാപ്പയോട് അല്ലാഹു സംസാരിച്ചിട്ട് റബ്ബ് പറഞ്ഞു, തമന്ന, ആഗ്രഹിച്ചോളൂ. എന്താ വേണ്ടത്? ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയോട്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി എന്ന ജാബിർ തങ്ങളുടെ മുഴുവൻ പേര്, വാപ്പയുടെ പേര് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു, തമന്ന, ആഗ്രഹിച്ചോളൂ, എന്താ വേണ്ടത്? ജാബിർ തങ്ങളുടെ ഉപ്പ പറഞ്ഞു, അല്ലാഹുവേ അസ്അലുക അൻ തറുദ്ദനി ഇല ദുനിയ ഫഉഖാതില ഫീ സബീലിക മറത്തൻ ഉഖ്റ. പടച്ചോനെ, എന്നെ നീ ദുനിയാവിലേക്ക് ഒരിക്കലൂടെ പറഞ്ഞു വിടുമോ? ഒരിക്കലൂടെ നിനക്ക് വേണ്ടി എനിക്ക് ത്യാഗം ചെയ്യണം, ജീവത്യാഗം ചെയ്യണം. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി, കതബ്തു അലാ നഫ്സി അന്നഹും ഇലൈഹാ ലാ യർജിഊൻ. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു വെച്ച വിഷയമാണ്, ഒരിക്കൽ മരിച്ചുപോയവരെ ദുനിയാവിലേക്ക് ഞാൻ രണ്ടാമത് തിരിച്ചു വിടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ റള അന്നി ഫഇന്നി റളീതു അൻക. അല്ലാഹുവേ, നീ എന്നെ തൃപ്തിപ്പെടണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ് പടച്ചവനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്, അല്ലാഹുമ്മ റള അന്നി ഫഇന്നി റളീതു അൻക. നീ എന്നെ തൃപ്തിപ്പെടണം റബ്ബേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. إنا نحن نرث الأرض ومن عليها وإلينا يرجعون. അസ്മിഅ ബിഹിം വഅബ്സിർ യൗമ യഅതൂനനാ. അള്ളാഹുവിനെ പറ്റിയുള്ള സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന് കേൾക്കുകയും കാണുകയും ചെയ്യാത്തവർ നാളെ ശരിക്കും കാണും നബിയെ. നാളെ അവർ ശരിക്കും കേൾക്കും. ഇന്നത്തെ പോലെയല്ല. നാളെ പരലോകത്തെത്തുമ്പോൾ അവർക്കത് ബോധ്യപ്പെടും. ലാകിനിൽ ളാലിമൂനൽ യൗമ ഫീ ളലാലിൻ മുബീൻ. തിന്മ ചെയ്ത് നടക്കുന്ന ആളുകൾ വ്യക്തമായ വഴികേടിലാണ്, ഒരു സംശയമില്ല. അവർ വഴിതെറ്റി നടക്കുക തന്നെയാണ്. പക്ഷെ ഈ പറയുന്നത് സത്യമാണെന്ന് അവർക്ക് ശരിക്കും ബോധ്യപ്പെടുന്നത് നാളെ പരലോകത്തെത്തുമ്പോഴായിരിക്കും. ഈ നിഷേധികൾക്ക് വഅൻദിറുഹും യൗമൽ ഹസ്റ, സങ്കടപ്പെടുന്ന ആ ദിവസത്തെ സംബന്ധിച്ച് നബിയെ അങ്ങ് മുന്നറിയിപ്പ് നൽകണം. അല്ലാഹുവേ, وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. ഇന്ന് മനുഷ്യൻ അശ്രദ്ധയിലാണ്, കെയർലെസ് ആണ്. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അതൊന്നും തലയിൽ നമ്മൾ വിചാരിക്കാം. നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യണം വിഷയങ്ങളിൽ. നമ്മളിപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടു, ജോലി ആയിട്ടില്ല, നമ്മളെന്താ പറയുക, പടച്ചോനെ നീ എനിക്കൊരു ജോലി തരികയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ദിക്റിനും സ്വലാത്തിനും ഖുർആൻ ക്ലാസ്സിനൊക്കെ ഞാൻ പോകട്ടോ. എനിക്ക് ജോലി നീ തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ജമാഅത്തെ ഞാൻ ഒഴിവാക്കൂല കേട്ടോ. അങ്ങനെയല്ല പറയേണ്ടത്. ജോലി കിട്ടണവരെ ഡെയിലി യാസീൻ ഓതുന്ന എത്ര ആൾക്കാരുണ്ട്? കിട്ടിയിട്ട് നിർത്തണോല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവില്ലേ? ചില ആൾക്കാർക്കൊക്കെ അള്ളാഹു പരീക്ഷണം കൊടുക്കുന്ന അങ്ങനെയാണെന്നാ, ഒരു കഥ കൊടുത്താലേ ഒരു അടുക്കുള്ളൂ, ഇല്ലെങ്കിൽ ഒരു പിടുത്തം വിട്ട് പോകുന്നു. അവർ മാറാത്ത വയറുവേദന. അപ്പോൾ ചോദിക്കും, ഉസ്താദെ വല്ല ദിക്ർ എന്തെങ്കിലും ചൊല്ലാണ്ടോ, വല്ല സൂറത്ത് ഓതാണ്ടോ? അപ്പോൾ നീ ചൊല്ലിക്കോ സൂറത്ത് സുമർ, അല്ലെ ചൊല്ലിക്കോ സൂറത്തുൽ ഹഷർ, ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും ഉസ്താദ്മാർ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പം അങ്ങനെ ഓതും. വേദന മാറി നിർത്തും ചെയ്യും. മാറിട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ചൊല്ലൽ നിർത്തിയെന്നതിൻ്റെ അർത്ഥം. അല്ലാഹുവേ, നമ്മൾ ഗഫലത്തിലാണ്. വഹും ഫീ ഗഫല വഹും ലാ യുഅ്മിനൂൻ. അശ്രദ്ധയിലാവുമ്പോൾ ഈമാൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജോലി ചിലപ്പോൾ കിട്ടിയെന്ന് ജോലിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ മരിച്ചു വരും. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അന്ന് വിചാരിച്ച് നമുക്ക് നന്മ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഉള്ള സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം എപ്പോഴും. നമ്മൾ ജോലി തിരക്കൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും ആൾക്കാർ. തിരക്കൊണ്ട് ളുഹർ അതായിപ്പോയി, തിരക്കൊണ്ട് ഞാനങ്ങ് ഇതായിപ്പോയി, അങ്ങനെ സംഭവിക്കാറുണ്ടാവാം. പക്ഷേ അത് പ്രയോറിറ്റൈസ് ചെയ്യുന്ന വിഷയമാണെന്നാണ്. ഞാനിപ്പോൾ ഇത് ഈ ലെറ്റർ ഇപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ പണി പോകും. പക്ഷെ എൻ്റെ നിസ്കാരം ഖളാ ആയാൽ
എൻ്റെ അള്ളാഹുവിൻ്റെ കണക്ഷൻ നഷ്ടപ്പെടും. ഇതിലേതാണ് മാനേജറോടുള്ള കണക്ഷനാണോ അള്ളാഹിനുള്ള കണക്ഷനാണോ? ഇതിൽ നമ്മൾ സമയം സ്ക്വീസ് ചെയ്തിട്ട് എവിടെന്നെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. നമ്മളത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു എന്ന് വിചാരിച്ചോളൂ, ഒരു മാനേജർക്കും കൂടെ ദേഷ്യം തോന്നില്ല. പക്ഷേ നമ്മൾ മാനേജർ നിസ്കാരമൊക്കെ ഉള്ള ആളാ, എൻ്റെ നിസ്കാരത്തിന് നീളം കണ്ട് മുമ്പൊരു പ്രമോഷൻ തന്നാലോ, അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നു, നമുക്ക് വിഷമമുണ്ട്, ജോലി തീർക്കേണ്ടതുണ്ട്, പക്ഷെ ഒരല്പം ഡിലേ ആവും, അത് സാരമില്ല, ഒരു 5 മിനിറ്റല്ലേ വേണ്ടൂ, ഞാൻ വേഗം ഒതുർത്ത് നിസ്കരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രയോറിറ്റൈസ് ചെയ്യാൻ, എന്തിന് മുൻഗണന കൊടുക്കണം, ഇതാണ് വിഷയം. അത് പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും വേണം, അപ്പോഴല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റാന്ന് തിരിയണ്ടേ. വഹും ഫി ഗഫ്ല, മനുഷ്യൻ അശ്രദ്ധയിലാണെങ്കിൽ വഹും ലാ യുഅ്മിനൂൻ, ഓരിതൊന്നും വിശ്വസിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി ലാ യസ്മഉ ബി മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم لا يؤمن بي إلا دخل النار ولا يؤمن بما أرسلت به إلا ما دخل النار. എൻ്റെ ഉമ്മത്തികളിൽ ജൂതനോ ക്രിസ്ത്യാനിയോ, അപ്പം നബിൻ്റെ ഉമ്മത്തികൾ എങ്ങനെ ജൂതനും ക്രിസ്ത്യാനും വരിക എന്ന് ചിന്തിക്കും അല്ലേ? എൻ്റെ നബി തങ്ങളുടെ ഉമ്മത്ത് 2 ഉമ്മത്തുകളുണ്ട്, ഉമ്മത്തു ദഅവ, ഉമ്മത്തുൽ ഇജാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം വന്ന മുഴുവൻ ആളുകളും ഉമ്മത്തു ദഅവയാണ്, നബി തങ്ങളുടെ ദഅവത്തിന് ബാധ്യതയുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ നബിയെ പറ്റി പഠിക്കേണ്ടവരാണ്. നബി തങ്ങളുടെ റിസാലത്ത് ഇവർക്ക് മുഴുവനും ദഅവയാണ്. ഇതിൽ ആരാണോ മുസ്ലിമീങ്ങളായത് അവരാണ് ഉമ്മത്തുൽ ഇജാബ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ നബി തങ്ങളുടെ ഉമ്മത്തുൽ ഇജാബയാണ് എന്ന അതിനർത്ഥം. അപ്പം നബി തങ്ങൾ ഇവിടെ പറയാണ്, എൻ്റെ ഉമ്മത്തിൽ മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ, ഏതൊരു ജൂതനോ ക്രിസ്ത്യാനിയോ ഈ ഉമ്മത്തിൽ നിന്ന് എന്നെപ്പറ്റി കേൾക്കുകയും ثم لا يؤمن بي, എന്നിട്ട് എന്നെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ ഇല്ലാ ദഖലൻ നാർ, അവർ നരകത്തിലേക്ക് തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ സംബന്ധിച്ച് കേൾക്കുന്ന സമയം പഠിക്കൽ അനിവാര്യമാണെന്നാണ്. ഇത്രയും നല്ല വ്യക്തിത്വമുള്ളൊരു മഹാനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു വിടുന്ന പച്ച നുണകൾ കേട്ടിട്ട് നബി തങ്ങൾ അവിശ്വസിക്കുകയോ നബി തങ്ങളെ സംബന്ധിച്ച് കുറ്റം പറയുകയോ ഒക്കെ ചെയ്യുന്നവരുടെ ആ ഒരു വല്ലാത്തൊരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നിരീശ്വരവാദം പോലെയുള്ള അപകടകരമായ വിശ്വാസങ്ങളും അപകടകരങ്ങളായ കാഴ്ചപ്പാടുകളിലേക്കും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അല്ലാഹു നമുക്ക് ഇസ്തിഖാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലാ യുഅ്മിനു ബി ബിമാ ഉർസിൽതു ബിഹി ഇല്ലാ ദഖലൻ നാർ, ഞാൻ ഏതൊരു വസ്തുതയുമായിട്ടാണോ ഏതൊരു വിശ്വാസവുമായിട്ടാണോ എന്തൊരു റിസാലത്ത് എന്തൊരു മെസ്സേജാണോ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് അത് വിശ്വസിക്കാതിരിക്കുന്ന ജൂതനും ക്രിസ്ത്യാനിയും മറ്റു മതവിശ്വാസികൾ ഓഫ് കോഴ്സ് ഇല്ലാ ദഖലൻ നാർ, അവർക്ക് നരകമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉമ്മത്തു ദഅവയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിബിധങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പരലോകത്തെ നാളെ യൗമുൽ ഹസ്റത്തിന് വേണ്ടി കാത്തിരിക്കണം. യൗമുൽ ഹസ്റ, ഖലീഫത്തുൽ മഹ്ദി, അൽ മഹ്ദി എന്ന് പറയുന്ന ഖലീഫയുണ്ട്. അൽ മഹ്ദിയുടെ മകനാണ് ഹാറൂൺ റഷീദ് ഖലീഫയെ കേട്ടിട്ടുണ്ടാവും. അൽ മഹ്ദി എന്ന് പറഞ്ഞ ഖലീഫ, അദ്ദേഹം നല്ല സമ്പത്തുള്ള ആളാണ്. 300 കോടി ദീനാറായിരുന്നു ആസ്തി മരിക്കണ സമയത്ത്. 300 കോടി ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്. സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ഉണ്ടാവും അത്? സുബ്ഹാനല്ലാഹ്, 300 കോടി. അത്രയും ആസ്തിയോടുകൂടെ അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖലീഫത്തുൽ മഹ്ദി പച്ചവെള്ളം കുടിച്ചിട്ട് തരിപ്പ് പോയതാണ്. കണ്ടല്ലോ, തരിപ്പിൽ പോകുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പച്ചവെള്ളം കുടിച്ചിട്ട് തരിപ്പ് പോയതാണ്. അങ്ങനെ അദ്ദേഹം മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഒരുപാട് മന്ത്രിമാരുണ്ട്, പട്ടാള മേധാവികളുണ്ട്, എല്ലാവരും വന്നു. അദ്ദേഹം ചോദിച്ചു, ഞാൻ ഇപ്പോൾ മരിക്കുമോ എന്ന് ചോദിച്ചു. ഡോക്ടർമാരൊക്കെ വന്നു, വലിയ വലിയ ഡോക്ടർമാർ വന്നു. പറഞ്ഞു മരിക്കാൻ പോവാണ്. ഇബ്നു ബഖ്തീഷു എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഡോക്ടർ, അദ്ദേഹം ഈ ഖലീഫ മഹ്ദിയുടെ കാലക്കാരനാണ്. ഇബ്നു ബഖ്തീഷു അദ്ദേഹമാണ്
ലോകത്തെ പേര് കേട്ട ഏറ്റവും വലിയ അന്നത്തെ ഏറ്റവും ഫേമസ് ഡോക്ടർ എന്ന് പറയില്ലേ, അദ്ദേഹം വരെ ഇവിടെ വന്നു ചികിത്സിക്കാൻ. പച്ചവെള്ളം ധരിപ്പത് രാജാവിന് എത്ര 300 കോടി സ്വർണ്ണ നാണയം ആസ്തിയുള്ളൊരു മനുഷ്യന്. ഞാൻ മരിക്കുകയാണോ? മരിക്കുകയാണ്. എല്ലാവരും വന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അബുൽ അച്ചാഹിയ അദ്ദേഹത്തെ പറ്റി പാട്ടുപാടി, മിസ്കീനെ ഒന്ന് എന്ന് ചുമച്ച് തൊണ്ടയിൽ കുടുങ്ങിയ ഒന്ന് തൊണ്ടനക്കൂലേ, മിസ്കീനായ മനുഷ്യ ഒന്ന് തൊണ്ടനക്കാൻ നീ നോക്കുക. അപ്പം അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. അതാണ് സംഭവിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പണ്ടും ഇന്നും കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കാണും വാട്സപ്പിലൊക്കെ, അല്ലോ അങ്ങനെ സംഭവിച്ചല്ലേ, മരിച്ചല്ലേ, ആക്സിഡൻ്റ് ആയല്ലേ, ഇങ്ങനെയാണ് മരിച്ചത്, യാ അല്ലാ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പെട്ടെന്ന് പിന്നെ അടുത്ത മെസ്സേജ് വല്ല വിറ്റുവാക്കാരം, പിന്നെ അത് കാണും. സുബ്ഹാൻ, ഇങ്ങനെ നമ്മുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സമയം തരുന്നില്ല പിശാച്. അതാണ് വിഷയം. നമ്മൾ പെട്ടെന്ന് മറപ്പിക്കുകയാണ്. ഈ ഹ്യൂമറൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഹ്യൂമർ വരുമ്പോഴേ സീരിയസ് ആയ വിഷയം മറക്കാൻ പറ്റുള്ളൂ. അത് മറപ്പിക്കും, വളരെ പെട്ടെന്ന് മറപ്പിക്കും. സുബ്ഹാനല്ലാഹ്. അബുൽ അത്താഹിയ പറഞ്ഞു, മിസ്കീൻ മഹദിയോട് ചോദിക്കുകയാണ്, മിസ്കീനെ ഒന്ന് തൊണ്ടനക്കാൻ പറ്റുമെന്ന് നോക്ക്, മിസ്കീൻ നിന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ നോക്ക്. നേരെ മയ്യത്ത് ഖബർസ്ഥാനെടുത്ത് കൊണ്ടുപോയി വെച്ചു, എന്ന് മരിക്കുന്ന ഉറപ്പായപ്പോൾ. അദ്ദേഹം പൂർണ്ണാരോഗ്യവാനാണ്. പച്ചവെള്ളം തരിപ്പ് കയറിയിട്ട് മരിച്ചുപോയ ആളാണ് അൽ മഹദി. അദ്ദേഹത്തിൻ്റെ മകൻ ഹാറൂൺ റഷീദ് വലിയ ഹാറൂൺ റഷീദ് അദ്ദേഹം ആലിമീങ്ങളെ സ്നേഹിച്ച പണ്ഡിതനാണ്, ഭരണാധികാരിയാണ് ഖലീഫ ഹാറൂൺ റഷീദ്. ആലിമീങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. പണ്ഡിതന്മാരെ വിളിച്ച് കൊണ്ടുവന്നിട്ട് ഉപദേശം തേടും, രാജസദസ്സിൽ കൊണ്ടുവന്ന് ആദരിക്കും. അന്ന് കവികൾ വല്ലാതെ രാജാക്കന്മാരെ പൊക്കിപ്പറഞ്ഞ് കാശ് തട്ടിക്കൊണ്ടുപോകുന്ന കാലമാണ്. കവികളൊക്കെ ഫേമസ് ആകുന്ന രാജകൊട്ടാരത്തിലൊന്ന് പൊക്കി പറയുമ്പോഴാണ്. ഹാറൂൺ റഷീദിൻ്റെ മുമ്പിൽ വരുന്നു അബുൽ അച്ചാഹിയ. ഹാറൂൺ റഷീദ് വലിയ ഒരു ടൈഗ്രീസ് നദിയുടെ, ഇറാഖിലാണ് സംഭവം, ടൈഗ്രീസ് നദിയുടെ ചുറ്റും മനോഹരമായൊരു വേലിക്കെട്ടിൽ മനോഹരമായ കൊട്ടാരമുണ്ടാക്കി. ചുറ്റും ഗാർഡൻ, അതിനിടയിൽ ഒരുപാട് അനിമൽസും ബേർഡ്സും കൊണ്ടുവന്ന് നിറച്ചു. അങ്ങനെയുണ്ടല്ലോ ഒരു ചെറിയ ഹോം സൂ, സുബ്ഹാനല്ലാഹ്, ഡൊമസ്റ്റിക് സൂ, അതൊക്കെ ഉണ്ടാക്കി. അതിനിടയിലൂടെ അരുവികളും ഉണ്ടാക്കി. അങ്ങനെയൊക്കെ മനോഹരമായ കൊട്ടാരം കൊണ്ട് അദ്ദേഹം കവികളെ വിളിച്ചു കൊണ്ടുവന്നൊരു, ഈ കൊട്ടാരത്തെയും ഈ വീടിനെ സംബന്ധിച്ചൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് പുകഴ്ത്തി പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ അബുൽ അത്താഹിയെ പാട്ട് തുടങ്ങുകയാണ്. ഇഷ്മാ ബദാലക സാലിമൻ ഫീ ദുല്ലി ഷാഹിഖത്തിൽ ഖുസൂരി. ഹേ ഹേ എന്ന് പറഞ്ഞു, നിനക്ക് വേണ്ടത്ര ജീവിച്ചോളൂ ഈ മനോഹരമായ കൊട്ടാരത്തിൻ്റെ തണലിൽ. അപ്പോൾ ആൾക്കാരങ്ങനെ കൈയൊട്ടി. ഇഷ്മാ ബദാലക് സാലിമൻ ഫീ ദുല്ലി ഷാഹിഖത്തിൽ ഖുസൂരി. അപ്പോൾ നല്ല രസമുള്ള പാട്ടാണത്. രാജാവിനെ പുകഴ്ത്തുന്ന പോലെ തോന്നി. യജ്രി അലൈക ബിമാ അറദ്ത മഅൽ ഗുദൂവി മഅൽ ബുകൂരി. രാവിലെയും വൈകുന്നേരവും എന്ത് വേണോ, പഴവർഗ്ഗങ്ങളും ഭക്ഷണവും പാനീയവും സുഭിക്ഷമായ ഭക്ഷണവുമായി ഹാറൂൺ റഷീദ്, നിന്റെ കൊട്ടാരത്തിൽ നിനക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ പറഞ്ഞു, ഹേ, കവിത പാടുമ്പോൾ അങ്ങനെ ഷാബാഷ് എന്നൊക്കെ പറയും അല്ലേ, ഉറുദു കവികളൊക്കെ ഉണ്ടെങ്കിൽ ഖവാലിയൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, വല്ലാണ്ട് പുകഴ്ത്തി പറയും, ഹേ ഷാബാഷ് മാഷാ അല്ലാ എന്നൊക്കെ പറയും, ഹേ ഹേ എന്ന് പറയും. അടുത്തത് വരുന്നു, ഫഇദൻ നുഫൂസു തഗർഗറത് ബിസഫീരി ഹശ്റജത്തി സുദൂരി ഫഹുനാക തഅലമു മൂഖിനൻ മാ കുൻത ഇല്ലാ ഫീ ഗുറൂരി. അതങ്ങട്ട് കേട്ടപ്പോൾ ബോധം കെട്ട് വീണ ആളാണ് ഹാറൂൺ റഷീദ്. സുബ്ഹാനല്ലാഹ്. അന്നത്തെ രാജാക്കന്മാർക്ക് ഈമാനിൻ്റെ കണികയല്ല നല്ല ഉണ്ടായിരുന്നു അതിനർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഇങ്ങനെ ഈ ബോധം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ആ വിഷയത്തെ ഉൾക്കൊള്ളുമ്പോഴല്ലേ കഴിയുള്ളൂ. നീ വേണ്ട പോലെ ജീവിച്ചോ ഹാറൂൺ റഷീദേ നിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ പൊലിമയിൽ. പിന്നെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ ചെയ്തു രാവിലെയും വൈകുന്നേരവും. ഫഇദൻ നുഫൂസു തഗർഗറത് ബിസഫീരി ഹശ്റജത്തി സുദൂരി. പക്ഷേ നിനക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ശ്വാസം വിടാൻ കഴിയാതെ നിൻ്റെ റൂഹ് നിൻ്റെ ശരീരത്തിൽ നിന്ന് വിട പറയുന്നൊരു നേരമുണ്ട്. ഫഹുനാക തഅലമു മൂഖിനൻ മാ കുൻത ഇല്ലാ ഫീ ഗുറൂരി. അപ്പം മനസ്സിലാവും ഇതൊക്കെ ഒരു മായയായിരുന്നല്ലേ, ഞാൻ എന്തോ ഒരു ചതിയിലായിരുന്നു എന്ന് നിനക്കപ്പോൾ ബോധ്യപ്പെടും. അബുൽ അത്താഹിയത് പറഞ്ഞു തീരുമ്പോഴേക്കും ഹാറൂൺ റഷീദ് ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. മാ കുൻത
യാ അല്ലാഹ് ഇല്ലാ ഫീ ഗുറൂരി. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. വഞ്ചിക്കപ്പെടരുത്. സമ്പത്തുണ്ടാവാം, ബിസിനസ് ഉണ്ടാവാം, പൈസ ഉണ്ടാവാം, അതൊന്നും, പക്ഷേ അള്ളാഹുവിനെ മറന്നുള്ള ജീവിതം ഉണ്ടാവരുത്. ഖൽബിലേക്ക് അത് കടക്കരുത്. നമ്മുടെ കയ്യിലേക്ക് അള്ളാഹു സമ്പാദ്യം തരണം. നമുക്ക് അപ്പോഴേ ആർക്കെങ്കിലും സഹായിക്കാനും സദഖ ചെയ്യാനും ദാനം ചെയ്യാനും സക്കാത്ത് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഇതാണ് എല്ലാം എന്ന് വിചാരിച്ചു പോകരുത്. അതാണ് സംഭവിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയാണ് പിണങ്ങുന്നത്, പൈസയ്ക്ക് വേണ്ടിയാണ് തെറ്റുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഫ്രണ്ട്ഷിപ്പ്. പൈസ തീർന്നാൽ എല്ലാവരും ഇട്ട് ഓടും ചെയ്യും എന്നെ. ഇങ്ങനെ ആവരുത് ലോകം. ലോകം പൈസയല്ല, പൈസക്കപ്പുറം വിലയുള്ള ഒരുപാട് സംഗതികളുണ്ട്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു അബ്ദുൽ മലിക് ബിൻ മർവാനിൻ്റെ കഥ പറഞ്ഞപ്പോൾ, അബ്ദുൽ മലിക് ബിൻ മർവാൻ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് വലീദ് ബിൻ അബ്ദുൽ മലിക്. അബ്ദുൽ മലിക് ബിൻ മർവാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. നമ്മളൊരു സ്വപ്നത്തെ സംബന്ധിച്ചുള്ള ക്ലാസ് ഉണ്ടായിരുന്നു നാട്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ മുമ്പത്തെ ആഴ്ച. അബ്ദുൽ മലിക് ബിൻ മർവാൻ കണ്ട സ്വപ്നം വിചിത്രമായ സ്വപ്നമാണ്. അദ്ദേഹം കണ്ടത് മസ്ജിദുൻ നബവിയുടെ 4 മൂലയിലും പോയി മൂത്രമൊഴിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഇയാൾ പേടിച്ചില്ലേ? ഈ സ്വപ്നം ആരോട് ചോദിക്കും? സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളാണ് അവിടെ സ്വപ്ന വ്യാഖ്യാനം ചെയ്യുന്ന ആൾ. അന്ന് മദീനത്തുള്ള ഫുഖഹാ ഉസ്സബഈൽ 7 ഫുഖഹായിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അപ്പോഴാണ് അവിടെ ഉള്ളത്. അബ്ദുൽ മലിക് ബിൻ മർവാൻ തൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട്, കൂട്ടുകാരനല്ല പരിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഖാദിമിന് കുറച്ച് കാശ് കൈ കൊടുത്തിട്ട്, പിന്നെ നീ പോയിട്ട് സഈദ് ഇബ്നുൽ മുസയ്യിബിനോട് ചോദിക്കണം, ഒരാൾ സ്വപ്നം കണ്ടു, നീ തന്നെ കണ്ടെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. എന്താ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ, മസ്ജിദുൻ നബവിയുടെ 4 മൂലയിലും പോയി മൂത്രമൊഴിക്കണതാ കണ്ടത്. അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് ചോദിക്കുക. ഈ പൈസ നീ കയ്യിലെടുത്തോ, ഇത് നിനക്കുള്ളതാന്ന് പറഞ്ഞു. ഇയാൾ സന്തോഷത്തോടു കൂടെ അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ സ്വപ്നം കാണിച്ചു കൊടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം അത് വാങ്ങിച്ചു പോയി. സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്നവരോട് ചെന്ന് ചോദിക്കുകയാണ്, സഈദ് എന്നവരെ, ഞാനൊരു സ്വപ്നം കണ്ടു. നീ എന്തേ കണ്ടത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ, സഈദ് മുസയ്യിബ് തങ്ങൾ മസ്ജിദുൻ നബവിയിൽ താമസിക്കുന്ന ആളാണ്. 40 കൊല്ലം തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, ആ മഹാനാണിത്. മസ്ജിദുൻ നബവിയിലെ മെഹ്റാബിൻ്റെ തൊട്ട് ഇമാമിൻ്റെ തൊട്ട് പിന്നിൽ 40 കൊല്ലം എല്ലാ ജമാഅത്തും കിട്ടിയ മഹാനാണ്. അങ്ങനത്തെ ആളാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ചോദിക്കുകയാണ്, സഈദ് എന്നവരെ, ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? സഈദ് എന്നവർ ചോദിച്ചു, അല്ലടോ ഇത് കണ്ടത് ആരാന്ന് ചോദിച്ചു. അത് ഞാൻ തന്നെ. നീ ഇത് കാണൂലല്ലോ, നീ ഈ സ്വപ്നം കാണൂല എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം പറഞ്ഞു, ഇത് ഞാൻ കണ്ടതല്ല, എൻ്റെ മാനക്കേടുകൊണ്ട്. അബ്ദുൽ മലിക് ബിൻ മർവാൻ ഖലീഫയാണ്, പ്രഗത്ഭനായ ഖലീഫയാണ്, ഖലീഫ കണ്ടതാണ്. പിന്നെ മൂപ്പർക്ക് ഇത് പറയാൻ വേണ്ടിയതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച. അങ്ങനെ പറയും, ഇതൊരു ഭരണാധികാരിയെ കാണുള്ളൂ ഈ സ്വപ്നം. അതിൻ്റെ ആശയം പേടിക്കാനൊന്നുമില്ല. സഈദ് മുസയ്യിബ് എന്നവർ പറഞ്ഞു കൊടുത്തു, അബ്ദുൽ മലിക് ബിൻ മർവാൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 4 മക്കളും ഖലീഫമാരായി മാറും. അതാ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു. നമ്മൾ മൂത്രമൊഴിക്കുക എന്നൊക്കെ പറഞ്ഞ പഠിച്ചോനെ എന്തോ കാര്യമായ കുറ്റം. ഈ സ്വപ്ന വ്യാഖ്യാനത്തിന് അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് നമ്മൾ വിചാരിക്കണ പോലെയല്ലേ അതിൻ്റെ വ്യാഖ്യാനം നടക്കുക. അത് എല്ലാവർക്കും വ്യാഖ്യാനിക്കാനും പറ്റില്ല. എല്ലാ ഉസ്താദന്മാർക്കും എന്ത് ചെയ്യും, സ്വപ്ന വ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകമായ അള്ളാഹു കൊടുക്കുന്ന ഒരു കൊടുക്കുന്ന കഴിവാണെന്ന. അത് വലിയ ആലിമാണ്, സ്വപ്ന വ്യാഖ്യാനം ചെയ്യാൻ കഴിയില്ല. വലിയ ആബിദാണ്, സ്വപ്ന വ്യാഖ്യാനം ചെയ്യാൻ കഴിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലേ, സ്വപ്ന വ്യാഖ്യാനം അല്ലേ, തഅബീർ റുഅ്യ. അള്ളാഹു സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് നബിയുല്ലാഹി യൂസുഫ് ഇബ്നു യഅഖൂബ് അലൈഹിസ്സലാം. അപ്പോൾ അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ ഈ 4 മക്കൾ ഖലീഫമാരാവുന്നത് പറഞ്ഞ പോലെ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്, മർവാൻ ഇബ്നു അബ്ദുൽ മലിക്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറെ 2 മക്കളും കൂടെ ഉണ്ട്. 4 പേരും ഭരണാധികാരി ഖലീഫമാരായി മാറിയിട്ടുണ്ട്. അത് വാപ്പ മരിക്കേണ്ടും അല്ലാഹു സ്വപ്നം കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരു മോനാണ് ഈ വലീദ് ബിൻ അബ്ദുൽ മലിക്. വലീദ് ബിൻ അബ്ദുൽ മലിക് ഇച്ചിരി അടിച്ചു പൊളിച്ച് ജീവിച്ച ആളാണ്. പക്ഷെ മരിക്കുന്ന നേരത്ത് അദ്ദേഹം ഇങ്ങനെ സക്രാത്തിൽ കിടന്നിട്ട് പറഞ്ഞു, യാ ലൈസ ഉമ്മി ലം തലിദിനി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ, യാ ലൈസഹാ കാനത്തിൽ ഖാദിയ മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ ആ നേരത്ത് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവേ എൻ്റെ മാതാവ് എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. യാ ലൈസഹാ കാനത്തിൽ ഖാദിയ, ആ മരണം അത് ഒടുക്കത്തെ മരണമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അവസാനിക്കുമെങ്കിൽ എത്ര നന്നായിരുന്നു എന്നതിനർത്ഥം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, വേറൊന്നുമില്ല. ഇപ്പോൾ യുക്തിവാദികൾക്ക് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ. പക്ഷേ അതങ്ങനെ അല്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വിചാരണയുടെ ജീവിതമുണ്ടല്ലോ പടച്ചോനെ.
മാ അഗ്നാ അന്നി മാലിയ, എൻ്റെ സമ്പത്തൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ രാജാധികാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയും, ഇപ്പോഴെങ്കിലും ഇവർക്കൊക്കെ നമ്മൾ കൊണ്ടു നടന്ന കാഴ്ചപ്പാടായിരുന്നു ശരിയെന്ന് തോന്നിയല്ലോ, അൽഹംദുലില്ലാഹ്. ഇപ്പോഴെങ്കിലും ഇവർക്ക് ബോധ്യപ്പെട്ടല്ലോ, മരിക്കണ നേരത്തെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടായിരുന്നു നന്നായിരുന്നത് എന്നവർക്ക് ബോധ്യപ്പെട്ടല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وبعثه اللهم المقام المحمود الذي وعدت. നമ്മൾ വാങ്കുവിളി കേട്ട് കഴിഞ്ഞാൽ ചൊല്ലുന്ന ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളത്തെ ആ ഒരു നമ്മൾ വിഷമിച്ചു പോകുന്ന ഒരു നേരത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ ദുആ കൊണ്ട് സഹായമാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമുക്ക് രക്ഷപ്പെടണം. എനിക്കൊരു ഉപകാരവും കിട്ടിയില്ലല്ലോ, അവിടെ മക്കൾ ഉപകാരപ്പെടില്ല, നമ്മുടെ സമ്പത്ത് നാൾ ഉപകാരപ്പെടില്ല. സ്വാലിഹീങ്ങളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെടും, അതിനെ സംബന്ധിച്ചല്ല. ഹാഫിളീങ്ങളും ആലിമീങ്ങളുമായ മക്കളാണ് ഉപകാരപ്പെടും, ശുഹദാ ആണ് ഉപകാരപ്പെടും, മുത്തഖീങ്ങളായ ആളുകളാണ്, അവരുടെ ശഫാഅത്തുണ്ടാവും. പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ മക്കളെങ്കിൽ വല്ലാത്ത വിഷമം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആട് മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച സംഭവമാണ്. തങ്ങൾ ആടിൻ്റെ മാംസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാംസക്കഷ്ണം നബി തങ്ങൾ പിച്ചെടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് ആടിൻ്റെ ദിറാ, അതിൻ്റെ കൈയിൻ്റെ കാലിൻ്റെ ഭാഗത്തെ മാംസം നബി തങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് തങ്ങൾ പറഞ്ഞു, അന സയ്യിദു വൽദി ആദമ യൗമൽ ഖിയാമ, ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളിലെ നേതാവ് ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളുടെ നേതാവ് ഞാനാണ്, മനുഷ്യരുടെ നേതാവ് ഞാനാണ് എന്ന് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതദറൂന മിമ്മ ദാക, എന്തേ ഞാൻ അങ്ങനെ ആവാൻ കാരണം എന്നറിയോ? ഖാലു, അവരൊക്കെ പറഞ്ഞു അല്ലാഹു റസൂലുഹു. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു വിവരം നമുക്ക് പറഞ്ഞു തരാണ്. നബി തങ്ങളെ പൊക്കി പറയല്ല. അതുകൊണ്ടാണ് തങ്ങൾ ഈ വിഷയം പറയും വലാ ഫഖറ, ഇത് ഞാൻ എൻ്റെ അഭിമാനം പറയല്ല കേട്ടോ, അള്ളാഹു എന്നെ അറിയിച്ചു ഇങ്ങനെയാണ് എന്ന്. അത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരണമല്ലോ, ഞാൻ അറിയിച്ചു തരികയാണ്. ഇദാ ജമഅ അല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന യൗമൽ ഖിയാമ, അള്ളാഹു പരലോകത്തേക്ക് യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് വേണ്ടി എഴുന്നേൽക്കുന്ന ദിവസം, അള്ളാഹുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദിവസം. മദീനത്തെ പള്ളിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അൽ മഹ്ദി എന്ന് പറയുന്ന ആ ഒരു അബ്ബാസി ഭരണാധികാരി പരിശുദ്ധമായ റൗദാ ഷരീഫിലേക്ക് മദീനത്തെ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഇരുന്നിരുന്ന എല്ലാവരും എഴുന്നേറ്റുന്നു, ഒരാളൊഴികെ. ഇബ്നു അബീ ദുആബ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ മഹദിക്ക് ദേഷ്യം വന്നു. കാരണം രാജാവ് എല്ലാവരും എഴുന്നേറ്റിക്കുമ്പോൾ ഒരാൾ കാലു നീട്ടിയിരുന്നാൽ എന്താ അവസ്ഥ? അപ്പോൾ മഹദി ഖലീഫയാണ്, ഭരണാധികാരിയാണ്. പക്ഷേ ഒരു സ്വാലിഹായ ആബിദായ ഒരു മനുഷ്യൻ അങ്ങനെയൊന്നുമല്ല. പിന്നെ ഭരണാധികാരിയെ ബഹുമാനിക്കണമല്ലോ എന്ന് എല്ലാവരും എഴുന്നേറ്റുന്നു. ഇബ്നു അബീ ദുആബ് എന്നവർ മാത്രം അവിടെ ഇരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇബ്നു അബീ ദുആബ്, നിങ്ങൾ എന്തേ എഴുന്നേൽക്കാത്തതെന്ന് ചോദിച്ചു. തറക്തു ഖിയാമി ലിയൗമിൻ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, നാളെ പരലോകത്ത് മനുഷ്യന്മാരെല്ലാം അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, എൻ്റെ നൃത്തം ഞാൻ അന്നത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മഹദി പറഞ്ഞു, മതി മതി മതി, നിങ്ങളെ കണ്ടപ്പോഴേക്ക് ഇല്ല ഷഅറ കുല്ലു ഷഅറത്തിൻ മിൻ ജസദി, എൻ്റെ ശരീരത്തിലെ ഓരോ രോമവും നിങ്ങളെ കാണുമ്പോൾ വറക്കുകയാണ്, അവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞു. ചില ആലിമീങ്ങളെ കാണുമ്പോൾ വലിയ ഗൗരവം ഉണ്ടാവുന്ന, ഭയങ്കര ഗൗരവം, പേടി വരും. ചിലരോട് നമുക്ക് തമാശ പറയാൻ പറ്റും, ചിലരോട് അങ്ങനെ പറയാൻ കഴിയില്ല. ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ചില രീതികൾ അങ്ങനെയാണ്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പേടി വരികയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ആ രാജാവിനെ കൂസാതെ, അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രയോഗം. എല്ലാവരും എഴുന്നേറ്റോട്ടെ, ബഹുമാനിക്കേണ്ട ആളാണെങ്കിൽ ബഹുമാനിക്കണം. പക്ഷേ അദ്ദേഹത്തിന് തോന്നി ഒരു ഇൽമോ തഖ്വയോ വറഅോ ഉള്ള ആളാണെങ്കിൽ ഞാൻ എഴുന്നേൽക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം, റസൂലുള്ളാഹിൻ്റെ പള്ളിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ഇപ്പം ഞാൻ അങ്ങനെ കോലം കെട്ടേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ എഴുന്നേൽക്കൽ നാളെ അള്ളാഹ്ക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് പറഞ്ഞില്ലേ അള്ളാഹു തആല, ആ ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. അതുകൊണ്ടാണ് മാലിഷ്, വേറൊന്നുമില്ല കേട്ടോ. മതി 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 മതി, നിങ്ങൾ എഴുന്നേൽക്കണ്ട, എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ എൻ്റെ രോമങ്ങൾ വറക്കാൻ തുടങ്ങിയിരുന്നു. സുബ്ഹാനല്ലാഹ്, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അന്ന് നമ്മളൊക്കെ ഓടുന്നാണ് അള്ളാഹുവിനോട് വിചാരണയ്ക്ക് വേണ്ടി. അള്ളാഹുവെ വിചാരണ തുടങ്ങണേ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലും. ഇലാ സയ്യിദിന ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം. ഇശ്ഫഅ ലനാ ഇൻദ റബ്ബിക് അമാ തറാ മാ നഹ്നു ഫീഹ്. ആദം നബി, ഇത് ബുഖാരി ഇമാമിൻ്റെ സ്വഹീഹിലെ റിവായത്താണ്. ആദം നബിയെ, ഞങ്ങൾ കാണുന്നില്ല ആദം നബിയെ ഞങ്ങളുടെ അവസ്ഥ, അള്ളാഹുവിനോട് ചെന്ന് ചോദിക്കിൻ.
അള്ളാഹുവിനോട് വിചാരണ തുടങ്ങാൻ പറയും. ഇങ്ങനെ നിർത്തിയാൽ എന്താണ്? നമ്മൾ നിന്ന് തളർന്നു പോയി. ആദം നബിയെ ഒന്ന് വിചാരണ ചെയ്യാം, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, അങ്ങനെ പറയുന്നൊരു രംഗമുണ്ടെന്നാ. പടച്ചോനെ, ആ നൃത്തത്തിൻ്റെ ഭയാനകത കൊണ്ട് ഒന്നുകിൽ നരകമാണെങ്കിൽ നരകം, അല്ലെങ്കിൽ ഈ നൃത്തം വയ്യ, ഒരു പരിഹാരം വേണം. ആദം നബി അലൈഹിസ്സലാം പറയും, നഫ്സി നഫ്സി ഇദ്ഹബു ഇലാ നൂഹ്, ഞാൻ എൻ്റെ കാര്യത്തിൽ ബേജാറിലാണ്, നൂഹ് നബിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. നൂഹ് നബി അതന്നെ പറയും, പൊയ്ക്കോളൂ മൂസ നബിൻ്റെ അടുത്തേക്ക്. മൂസ നബി പൊയ്ക്കോളൂ ഈസ നബിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഈസ നബി അലൈഹി സ്വലാം പറയും, അതിനെ പറ്റിയ ആൾ ഞാനല്ല, അതിനെ പറ്റിയ ആൾ മുഹമ്മദ് റസൂലുള്ളാഹ്. ഫയഖൂൽ അനലഹ, ഞാൻ അതിന് അവകാശപ്പെട്ടവനാണ്, ഞാനാണത് അള്ളാഹുവിനോട് പറയാൻ അർഹതയുള്ള ആളെന്ന് അന്ന് അള്ളാഹു എന്നെ കൊണ്ട് പറയിപ്പിക്കും. അതുകൊണ്ടാണ് അന സയ്യിദു വുൽദി ആദം, ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളുടെ മനുഷ്യരുടെ നേതാവ് ഞാനാവാൻ, ആ മനുഷ്യരുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനേക്കാളും വലിയ നേതാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളുടെ എന്ന് പറയുമ്പോൾ വാപ്പ വിടൂല, അല്ല, മനുഷ്യരുടെ എന്നാ ഉദ്ദേശം തന്നെ. നേതാവ് എന്തുകൊണ്ട് നേതാവായി? നിങ്ങൾക്ക് നാളെ ഷഫാഅത്ത് ചെയ്യേണ്ട ഡ്യൂട്ടി അത് എൻ്റെ ബാധ്യതയാണ്. അങ്ങനെ തങ്ങൾ സുജൂദിൽ കിടക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ബിദഅവതിഹി വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി യൗമൽ ഖിയാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കന്മാർക്കും അല്ലാഹു ചോദിച്ചാൽ ഉത്തരം നൽകുന്ന ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ദുആയിരുന്നു. ദുനിയാവിൽ അതൊക്കെ അവർ വാങ്ങിച്ചു. നൂഹ് നബി ദുആയിരുന്നു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി. മൂസ നബി ദുആ ചെയ്ത് ഫിർഔനെ നശിപ്പിക്കാൻ ആ ദുആയാണ് ഉപയോഗിച്ചത്. അല്ലാഹു ഫിർഔനെ മുക്കിക്കൊന്നു. ഇബ്രാഹിം നബി ദുആ ചെയ്തു, നമ്രൂദിനെ നശിപ്പിച്ചു. എല്ലാ അമ്പിയാക്കന്മാരും ദുആ ചെയ്തു. എൻ്റെ ദുആ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ത്വായിഫിൽ ഉപയോഗിച്ചിട്ടില്ല, ബദറിൽ ഉപയോഗിച്ചിട്ടില്ല, ഉഹദിൽ നബി തങ്ങൾ ദുആ ചെയ്തിട്ടില്ല. അത് ഞാൻ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു. ഷഫാഅത്തൻ ലി ഉമ്മത്തി, എൻ്റെ പിറകെ വരുന്ന, എന്നെ വിശ്വസിക്കുന്ന എൻ്റെ ആളുകളുണ്ടല്ലോ, എൻ്റെ ഉമ്മത്തികൾ, ആണുങ്ങളും പെണ്ണുങ്ങളും, അവരൊക്കെ രക്ഷപ്പെടുത്ത റബ്ബേ എന്ന് റബ്ബിനോട് പറയാൻ ഞാൻ എൻ്റെ ദുആ പരലോകത്തേക്ക് മാറ്റിവെച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്. താബിഈങ്ങൾ, സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ് സഈദ് ബിൻ ജുബൈർ. നേരത്തെ പറഞ്ഞത് സഈദ് ബിൻ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു. ഒരുപാട് മഹത്തുക്കളെ നമുക്ക് അറിയണം അല്ലേ? ഒരുപാട് സ്വഹാബികൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ, ഇവരാണ് ഈ ദീനിനെ കൊണ്ടുവന്നത്. ഇവരാണ് ആ ദീനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. അവരില്ലെങ്കിൽ ഖുർആൻ നമുക്കില്ല, അവരില്ലെങ്കിൽ ഹദീസ് നമ്മിലേക്ക് എത്തില്ല, അവരില്ലെങ്കിൽ ഈമാനും ഹിക്മത്തും നമ്മിലേക്ക് എത്തില്ല. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഇന്ന ഖിസസസ് സ്വാലിഹീന അഹബ്ബു ഇലയ്യ മിൻ കസീരി മസായിലിൽ ഫിഖ്. ഫിഖഹിൻ്റെ ഒരുപാട് മസ്അലകൾ പഠിച്ചെടുക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം സജ്ജനങ്ങളുടെ ചരിത്രം കേൾക്കലാണ്. കാരണം ആ ചരിത്രങ്ങളിൽ നമുക്ക് ഈമാൻ കിട്ടുന്നതാണ്. ഒരുപാട് മസ്അല പഠിക്കുക, അത് ഹലാലാണോ ഹറാമാണോ, ഇതിനേക്കാളൊക്കെയും എനിക്കിഷ്ടം ആര് പറയാൻ? ഫുഖഹാക്കളുടെ നേതാവ് മഹാനായ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു. ഒരുപാട് മസ്അല പഠിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിക്കലാണ്. കാരണം അതിലൊക്കെ അത് ഒരു ജീവിതത്തിൻ്റെ ആകത്തുകയാണ്. നമ്മൾ പഠിച്ചെടുക്കുന്ന കുറച്ചല്ലേ ഉണ്ട്, ഒരുപാട് കാലം പഠിച്ചതിൻ്റെ ആകത്തുകയാണ് അവരുടെ ജീവിത ചരിത്രം എന്ന് പറയുന്നത്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു സയ്യിദു താബിഈൻ, മഹാനവറുകൾ വളരെ ദാരുണമായി കൊല്ലപ്പെട്ട ആളാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന കൊലയാളിയായ ഭരണാധികാരി നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ് ഹജ്ജാജ് ബിൻ യൂസുഫിനെ കുറിച്ച്. അദ്ദേഹം അവസാനമായി കൊലപ്പെടുത്തിയത് ഈ താബിഈയാണ്. പിന്നെ ഒരാളെ കൊല്ലാൻ പറ്റിയിട്ടില്ല എന്നാണ്. മഹാനവറുകൾ 12 കൊല്ലം ഒളിവിലായിരുന്നു. വെറുതെ കൊല്ല, ഒരു ആലിമാന്ന് കൊല്ല, അങ്ങനത്തെ. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ. സജ്ജനങ്ങളായ ആളുകൾ എന്ത് ചെയ്യും? ദഅവത്ത് ചെയ്യുന്ന ആളുകൾ, പ്രബോധനം ചെയ്യുന്ന ആളുകൾ, ആളുകൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാർ, ഓരൊക്കെ ചാൻസ് കിട്ടിയാൽ കൊല്ലുന്നതാണ്. അപ്പോൾ ഈ ദഅവത്ത് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം? ചാൻസ് കിട്ടിയാൽ മരിക്കാൻ തയ്യാറായിട്ട് തന്നെ നടക്കും വേണം. അതാണ് അതിൻ്റെ അകത്തുക. സഈദ് ബിൻ മുസയ്യിബ് എന്ന 12 കൊല്ലം മുങ്ങി കിടന്നു. പിന്നെ ഇനി എന്തിനേയും മുങ്ങി കിടക്കുന്നത്? മുമ്പിലേക്ക് വന്നു. അങ്ങനെ മുമ്പിലേക്ക് വന്നപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് നോക്കിയിട്ട് നീ ആരാന്ന് ചോദിച്ചു. അയാൾക്കറിയാം ഇത് സഈദ് ബിൻ ജുബൈർ എന്നവരാണ്, സയ്യിദു താബിഈനാണ്, പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സഈദ് ബിൻ ജുബൈർ, ഞാൻ സഈദ് ബിൻ ജുബൈറാണ്. മഹാനായ അല്ലാമ മുബാറക് ഫൂരി തുഹ്ഫത്തുൽ അഹ്വദിയിൽ
ഈ സംഭവം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തുർമുദിയുടെ ഷർഹാണത്. ഇന്ത്യക്കാരനായ പ്രഗത്ഭനായ പണ്ഡിതൻ. അപ്പോൾ അന സഈദ് ബിൻ ജുബൈർ. സഈദ് എന്ന് പറഞ്ഞാൽ ആരാ? വിജയിച്ച ആൾ എന്നാണ്. ജുബൈർ എന്ന് പറഞ്ഞാൽ, ജാബിർ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം പരിഹരിക്കുന്ന ആൾക്കാണ് ജാബിർ എന്ന് പറയുക. ഒരു കേസ് പരിഹരിച്ചു, ഒരു തർക്കം പരിഹരിച്ചു, അതിനാണ് ജബറ, ജാബിർ എന്ന പ്രയോഗം അതിനാണ് ഇവർ. അതിൻ്റെ ചെറിയ കുഞ്ഞു ജാബിർ എന്നാണ് ഈ ജുബൈർ എന്ന് പറഞ്ഞാൽ. പെൺകുട്ടികളുടെ പേര് ജുവൈരിയ എന്നാണ്. അത് ജുബൈരിയ എന്നല്ല, ജുവൈരിയ എന്നാണ്. ജുവൈരിയ, ജാരിയ, ജുവൈരിയ. ജാരിയ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, ജുവൈരിയ എന്ന കൊച്ചു പെൺകുട്ടി എന്നാണ്. കുഞ്ഞുമോൾ എന്ന് പറയില്ലേ, അതതിൻ്റെ അർത്ഥം. ജുവൈരിയ എന്ന് പറയും. സഈദ് ബിൻ ജുബൈറാണ് എൻ്റെ പേര്. അപ്പോൾ ഹജ്ജാജ് യൂസുഫ് പറഞ്ഞു, നിൻ്റെ പേര് ഷഖീബിന് കുസൈറാണ് എന്ന് പറഞ്ഞു. സഈദിനെ വിജയിച്ച ആൾ, ഷഖീയനെ പരാജയപ്പെട്ട ആൾ. നീ ഷഖീയാണ്, നിൻ്റെ വാപ്പാൻ്റെ പേര് ജുബൈർ അല്ല, കുസൈറാണ്. കുസൈർ എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടിച്ച് കളയുന്ന ആൾ, പരിഹരിക്കുന്ന ആളല്ല. അപ്പോൾ ഉമ്മി അദ്റാബിമാ സമ്മച്ചിനി, എൻ്റെ ഉമ്മാക്കറിയാം, എൻ്റെ ഉമ്മ എനിക്ക് പേരിട്ടത്. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയ എൻ്റെ ഉമ്മയാണ് എന്നെ വളർത്തിയത്. എൻ്റെ ഉമ്മാക്കറിയാം എൻ്റെ പേരെന്താണ്. അങ്ങനെയാണോ? ഞാനേ നിനക്ക് തീ തരാൻ പോവുകയാണ്, തീയാണ് തരാൻ പോണത്. അല്ലാ, തീയൊക്കെ നിൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ നിന്നെ ഇലാഹായിട്ട് വിശ്വസിക്കുമല്ലോ ഒക്കെ പറയാൻ ഭയങ്കര ധൈര്യം വേണം. ഹജ്ജാജ് യൂസുഫ് തന്നെ മൂക്കത്ത് ശുണ്ടിയുള്ളവനാണ്. അധികാരം അല്ലാഹു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, ഇങ്ങനെ കൊലയാളികളായ ഭരണാധികാരികൾ എൻ്റെ കാലശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും. സഫാക്കീന ദിമ, രക്തം ചൊരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നതാണ്. ഹജ്ജാജ് യൂസുഫ് അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം കൊല ചെയ്തവരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്ത മുഴുവൻ ക്രിമിനലുകളെയും ഹജ്ജാജ് യൂസുഫ് വകവരുത്തിയതെന്നാണ്. അങ്ങനെ ഒരു നല്ല കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് അള്ളാഹു ചെയ്തൊരു ഹിക്മത്താണ്. ഉസ്മാൻ തങ്ങളുടെ ക്രിമിനലുകളെ പിടിക്കാൻ പറ്റാതെ, ഭരണാധികാരികൾക്ക് അവരെ പിടികിട്ടാൻ പറ്റാതെ ഒരവസ്ഥ ഉണ്ടായപ്പോൾ അവരെ മുഴുവൻ പിടിച്ചു കൊന്നത് ആരാണ്? ഹജ്ജാജ് ബിൻ യൂസുഫ്. പക്ഷേ ഹജ്ജാജ് ഒരുപാട് നിരപരാധികളെ കൊന്നുപോയി. അതാണ് സംഭവിച്ചത്. അലല്ലാഹ് അലിമീങ്ങൾ എന്നാലും ഹജ്ജാജ് ബിൻ യൂസുഫിനെ കുറ്റം പറയണ്ട എന്ന് പറയും. അദ്ദേഹം ചില നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ മുസ്ഹഫിലെ അക്കവും പുള്ളിയും കുത്തൊക്കെ ബായിനും തായനൊക്കെ ഈ സംഭവങ്ങളൊക്കെ അറബി അല്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാലം ഖുർആൻ അവർക്ക് വായിക്കാൻ കഴിയില്ല. കുത്തും പുള്ളി ഇല്ലാതിരുന്ന ഫത്തുവും ഗസറൊക്കെ വേണ്ടേ, അത് ചേർക്കണമെന്ന് ഓർഡർ ചെയ്ത് ആ വിഷയം നടപ്പാക്കപ്പെടുന്നത് അയാളുടെ കാലത്താണ്. അപ്പോൾ ചിലരൊക്കെ പറയും ഹജ്ജാജ് യൂസുഫ് അങ്ങനെയൊക്കെ ചെയ്താലും അവൻ കൊലയാളിയാണ്, എന്നാലും അംറുഹു ഇലല്ലാഹ്, അവൻ്റെ കാര്യം അള്ളാഹിൻ്റെ അടുത്തേക്ക് വിടുക, നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും. ഷാഫി ഇമാമൊക്കെ പറഞ്ഞു കഫാ ബിഹി ളാലിമ, അവൻ അക്രമിയാണ്, അതിൽ സംശയമില്ല, ദുൽമ് ചെയ്തിട്ടുണ്ട്. സഈദ് ബിൻ ജുബൈർ എന്നവർ എനിക്ക് നരകം തരാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇലാഹായിട്ട് വിശ്വസിക്കുമല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഇങ്ങനെ വന്നു. അയാൾ പറഞ്ഞു കുറേ പൈസ കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഒരുപാട് വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും നാണയങ്ങൾ സഈദിൻ്റെ മുമ്പിൽ ചൊരിഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. പൈസ കണ്ടാൽ കോലം മാറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സഈദ് ബിൻ ജുബൈർ എന്നവർ അങ്ങനെ പൈസ കണ്ടാൽ പിന്നെ തൻ്റെ നിലപാടുകൾ മാറ്റുമോ എന്ന് തോന്നി. പറഞ്ഞു യാ ഹജ്ജാജ് ഇനി തഖദ്ത ഹാദൽ മാൽ വസീലതൻ ലിഇൻഖാദി നഫ്സിക മിൻ അദാബില്ലാഹ് ഫനിഅമത്. ഹജ്ജാജെ, ഈ പൈസയെല്ലാം നാളെ നീ നരകത്തിൽ നിന്ന് നിൻ്റെ നഫ്സിനെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുകയാണെങ്കിൽ മാഷാ അല്ലാഹ്, നീ ചെയ്യുന്ന നല്ല പണിയാണ്. അതല്ല, അഹങ്കരിക്കാനാണോ നീ പൈസയൊക്കെ കാണിച്ചു തരുന്നത്? എനിക്കിതൊന്നും വേണ്ട ഹജ്ജാജ്, ഐ ആം സോറി, എനിക്ക് വേണ്ട. അങ്ങനെ അദ്ദേഹം അടുത്ത് ചെയ്ത പണി എന്താണെന്നറിയോ? ഉഊദ് എന്ന് അറബിയിൽ പറഞ്ഞാൽ മുളയുടെ കമ്പെടുത്തിട്ട് ഓട്ടുണ്ടാക്കിയിട്ട് നമ്മൾ ഫ്ലൂട്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സഈദ് ബിൻ ജുബൈർ എന്നവരുടെ അദ്ദേഹത്തെ എന്തെങ്കിലും മനം മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഊദ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഈ മുളയുടെ ആ സാധനം. പാട്ടുപാടുന്ന പെൺകുട്ടികളെയും വിളിച്ചു. അവർ പാട്ടുപാടി ഈ ഫ്ലൂട്ടിൽ പ്ലേ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ ഹജ്ജാജ് ചോദിച്ചു, അല്ല, ഈ ആനന്ദമുള്ളൊരു സന്ദർഭത്തിൽ നിങ്ങൾ എന്തിനായി കരയണതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഉഊദുൻ ഉസ്തുഖ്ദിമത് ഫി ഹറാം, ഈ മുള, ഈ സാധനം അതൊരു ഹലാലായ സാധനമാണ്, പക്ഷെ അത് ഒരു ഹറാമ് ചെയ്യാൻ വേണ്ടി നീ ഉപയോഗിച്ചു ഇവിടെ. പിന്നെ വജാരിയത്തുൻ ഉസ്തുഖ്ദിമത് ഫി ഹറാം, ഈ പെൺകുട്ടി ഏതെങ്കിലും ജോലി കിട്ടി ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്, അവളെ കൊണ്ട് പാട്ടുപാടിച്ചല്ലേ, അത് ഹറാമിലല്ലേ നിങ്ങൾ ഉപയോഗിച്ചത്, എനിക്കത് സഹിക്കാൻ പറ്റണില്ല, ഞാൻ അതുകൊണ്ട് കരഞ്ഞതാണ്. അതിൽ ഹജ്ജാജ് ഉഖ്തുലൂഹ്, കൊന്നേക്കണം, ഇദ്ദേഹത്തെ വധിച്ചോളൂ എന്ന് പറഞ്ഞു. ഗയ്യിറൂഹുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുഖം തിരിക്കരുത് എന്ന് പറഞ്ഞു ദേഷ്യം കൊണ്ട്. അദ്ദേഹം പറഞ്ഞു ഐനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എവിടേക്ക് ആര് മുഖം തിരിച്ചാൽ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹുണ്ടല്ലോ എന്നാണ്. കമിഴ്ത്തി കിടത്തിക്കോളൂ എന്ന് പറഞ്ഞു ഹജ്ജാജ്. കമിഴ്ത്തി കിടത്തെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ,
അദ്ദേഹം വിട്ടുകൊടുത്തില്ല. ഇദ്ബഹൂഹു, ഇദ്ബഹ എന്ന് പറഞ്ഞാൽ അറുക്കുക എന്നാണ്. അങ്ങനെ കത്തി കഴുത്തിലേക്ക് വീഴാൻ വേണ്ടി പോകും. പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഖാക ബിഹാ ഇൻദല്ലാഹ്. ഹജ്ജാജേ, ഞാൻ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ വാക്കുകൊണ്ട് ഞാനും നീയും നാളെ കണ്ടുമുട്ടും കേട്ടോ. അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹജ്ജാജൻ അലാ അഹദിൻ ബഅദി. പടച്ചവനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരാളെയും വധിക്കാൻ ഇവന് അവസരം കൊടുക്കരുതേ എന്ന് പറഞ്ഞ് കടന്നെടുത്തതാണ്. അങ്ങനെ ഷഹീദായ മഹാനാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ചോര, ഇയാളുടെ കയ്യിൻ്റെ ഭാഗത്തേക്ക് ഒരു ചോര തെറിച്ചിരുന്നു ഹജ്ജാജിൻ്റെ. ആ രാത്രി മുതൽ ഇയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. 60 ദിവസമാണ് ഹജ്ജാജ് നിന്നത്. എല്ലാ ദിവസവും ഉറക്കത്തിന് എഴുന്നേൽക്കും. മാലി വലി സഈദ്, മാലി വലി സഈദ്. ഈ പശുക്കളൊക്കെ മോങ്ങുന്ന പോലെ, കരയുന്ന പോലെ കരയും. ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് മാലി വലി സഈദ്, സഈദതാ എന്നെ പിടിച്ചു വലിക്കുന്നു, എന്തേ എനിക്കും സഈദിനും പറ്റിയത് എന്നിങ്ങനെ പറഞ്ഞു. ആൾക്കാരൊക്കെ പറഞ്ഞു, അസ്വാബത്തുഹു ദഅവത്തു സഈദ്, സഈദ് ഇബ്നു ജുബൈറിൻ്റെ ദുആയാണ് അവന് പറ്റിയിട്ടുള്ളത്. 60 ദിവസം അങ്ങനെ മൃഗങ്ങളെപ്പോലെ ശബ്ദിച്ച് ദാരുണമായി ഹജ്ജാജ് ഇബ്നു യൂസുഫ് മരിക്കുക. ഒരാൾക്കും ആ ദുആ അങ്ങനെ തന്നെ ഫലിച്ചു. ഒരാളെയും പിന്നെ തൊടാൻ കിട്ടിയിട്ടില്ല എന്ന്, പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. മരിക്കുന്ന ദിവസം വരെ ഉറക്ക് കിട്ടിയിട്ടില്ല എന്ന്. മാലി വലി സഈദ്, എന്താണ് എനിക്ക് പറ്റിയത്, സഈദിന് എന്താ പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ വലിയൊരു അക്രമം ചെയ്യുന്ന സമയത്ത് പോലും മുഅ്മിനീങ്ങളായ ആളുകളെ, നമ്മളറിയണം, ഈ ദീൻ ത്യാഗം സഹിച്ചുകൊണ്ടുണ്ടായ ദീനാണ്. നമ്മളിങ്ങനെ സുഖിച്ചിട്ട് ഇങ്ങനെ മരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രതിസന്ധികൾ വരുന്ന സമയം നേരിടാൻ എന്ത് ചെയ്യണം? മനുഷ്യന്മാർ ഈമാനികമായി തയ്യാറാവണം. അവിടെ പേടിച്ചിരിക്കരുത്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരു കലിമ ആ നേരത്ത് പറയാൻ ധൈര്യമായിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഖാക ബിഹാ ഇൻദല്ലാഹ്. ഹജ്ജാജേ, നീ അറിഞ്ഞോ, ഞാൻ കലിമ ചൊല്ലി മരിക്കാൻ. ഈ വാക്ക് നാളെ നീയും ഞാനുമുള്ള തർക്കത്തിൽ ഈ വാക്കാണ് നാളെ സാക്ഷി പറയാൻ വേണ്ടി വരിക. കലിമ ചൊല്ലി എന്നെ നീ എന്തിനു കൊന്നു എന്ന് അള്ളാഹു നിന്നോട് ചോദിക്കും. ഹജ്ജാജ്, മറുപടി കണ്ടുവെച്ചോ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വഅൻദിറുഹും യൗമൽ ഹസ്റ, സങ്കടപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ജിഹാദ് എന്ന് പറയുന്നത് അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ. അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ട് സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ധർമ്മസമരം എന്ന് പറയാം. ആ ധർമ്മസമരം ചെയ്തു. വഅൻദിറുഹും യൗമൽ ഹസ്റ, പരലോകത്തിൻ്റെ സങ്കടപ്പെടുന്ന ദിവസം ഓർക്കണേ എന്ന് താക്കീത് ചെയ്യൂ നബിയെ. ഇതാണ് സഈദ് ഇബ്നു ജുബൈർ എന്നവർ ഇവിടെ ചെയ്തത്. വഅൻദിറുഹും യൗമൽ ഹസ്റ ഇദ് ഖുദിയൽ അംർ, അല്ലാഹു അവൻ്റെ കാര്യം തീരുമാനിച്ച് ഉറപ്പിക്കുകയും. വഹും ഫീ ഗഫല, ഈ ജനങ്ങളെല്ലാം ഇന്നും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. വഹും ലാ യുഅ്മിനൂൻ, അവരാർക്കും വിശ്വസിക്കാൻ തോന്നുന്നില്ല. എന്നാൽ നബിയെ, സങ്കടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് സർവ്വ അക്രമകാരികൾക്കും അവിശ്വാസികൾക്കും ഓർമ്മിപ്പിച്ചു കൊടുക്കുക. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ തുർജഊൻ, ഭൂമിയും അതിൻ്റെ മീതുള്ള ആളുകളെയും ഞാൻ ഏറ്റെടുക്കും, നിങ്ങളൊക്കെ എൻ്റെ അടുത്തേക്ക് വരാൻ പോവുകയാണ് എന്ന് അല്ലാഹു പറയുന്ന ആ വാക്ക് വളരെ ശ്രദ്ധയോടെയും വളരെ ഗൗരവത്തിലുമേ നമുക്ക് കാണാൻ കഴിയൂ. അല്ലാഹു നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബിൻ്റെ ഷഫാഅത്ത് നമുക്ക് നൽകട്ടെ. ഹബീബിൻ്റെ ഷഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ ജീവിതം ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമാക്കി അല്ലാഹു നമുക്ക് മാറ്റിത്തരട്ടെ. ലഭ്യമായ മുഴുവൻ സമയവും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളിലും കുടുംബത്തിലും ചുറ്റുപാടിലും നമ്മുടെ സമൂഹത്തിലും കൺകുളിർമയെ അല്ലാഹു നമുക്ക് കാണിച്ചു തരട്ടെ. പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അല്ലാഹു അകറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ദുആ വസിയത്തുകൾ ഓരോരുത്തരും എന്ത് വസിയത്ത് ചെയ്തോ അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم حق قدره ومقداره العظيم على آله وأصحابه أجمعين وصل اللهم ثواب ما قرأناه إلى حضرة روح نبينا وسيدنا محمد صلى الله عليه وسلم إلى أرواح سيدنا نوح وسيدنا إبراهيم وسيدنا موسى وسيدنا عيسى وسيد الأنبياء محمد صلى الله عليه وسلم إلى أرواح سائر الأنبياء والأولياء وصحابة رسولك والعلماء العاملين والمصنفين والفقهاء وسائر الصالحين اللهم إنا نسألك بحق ما تلوناه من قرآنك الكريم نسألك اللهم العفو والعافية اللهم إنا نسألك العفو والعافية اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة اللهم يسر عسيرنا وسهل أمورنا وأمور من أوصانا بالدعاء اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا اللهم اشفنا واشف من أوصانا بالدعاء اللهم فرج عنا كرباتنا اللهم فرج عنا مصائبنا يا رب العالمين اللهم احفظنا واحفظ بلادنا واحفظنا واحفظ عيالنا واحفظنا واحفظ أزواجنا وذرياتنا وأمتنا وإمتنا وإخوتنا وأخواتنا اللهم احفظنا وكل ما رزقته لنا من كيد الكائدين ومكر الماكرين وظلم الظالمين وعين العائنين وسحر الساحرين وشر كل ذي شر أنت آخذ بناصيته إلى يوم الدين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أصلح أولادنا اللهم أصلح بناتنا وأصلح إخوتنا وأصلح أخواتنا وأصلح شبابنا اللهم أصلح أمتنا ودعاتنا وعلماءنا وعامتنا اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين سلما لأوليائك حربا لأعدائك يا رب العالمين اللهم بارك لنا في أشغالنا بارك اللهم لنا في أعمالنا بارك اللهم لنا في تجاراتنا بارك اللهم لنا في تعلمنا وتعليمنا بارك اللهم لنا في حضرنا وسفرنا اللهم بارك لنا في مجلسنا هذا اللهم بارك لنا في مجلسنا هذا اللهم اجعل مجلسنا مجلسا يستجاب لدعوتنا اللهم استجب دعوتنا يا مجيب دعوة المضطرين يا رحمن الدنيا والآخرة ارحمنا برحمتك الواسعة ظاهرة وباطنة ربنا اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك اللهم من غلبة الدين وقهر الرجال ربنا أغننا بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عن من سواك اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد المسلمين وسائر بلاد العالمين
اللهم احفظ حكامنا، اللهم أيدهم بالحق وأيد الحق بهم يا رب العالمين. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوان الإمارات الذين انتقلوا إلى رحمتك، اللهم افض عليهم من فيوضاتك ورحماتك يا رب العالمين. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. توفنا مسلمين وألحقنا بالصالحين، توفنا مسلمين وألحقنا بالصالحين، توفنا مسلمين وأنت راض عنا، وألحقنا يا مولانا بالصالحين. اللهم اجعل لنا بيد رسولك صلى الله عليه وسلم شربة هنيئة مريئة لا نظمأ بعدها أبدا. اللهم شفع حبيبنا صلى الله عليه وسلم فينا، اللهم شفعه فينا، اللهم شفعه فينا، اللهم شفعه فينا. اللهم ارزقنا في الدنيا رؤيته في المنام واليقظة، اللهم ارزقنا رؤيته في المنام واليقظة، اللهم ارزقنا لذة النظر إلى وجهك يا رب العالمين، يا أكرم الأكرمين ويا أرحم الراحمين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم، صلى الله عليه وسلم. اللهم صل على محمد يا رب، صل عليه وسلم.